വൈദികൻ ഒരു ദൈവാലയത്തിൽ പുതുതായി ട്രാൻസ്ഫറായി വന്നു. സാധാരണ വൈദികർ വരുമ്പോൾ അവർ ഉടനെ തന്നെ ഭവന സന്ദർശനം നടത്താറുണ്ട്. അങ്ങനെ ഭവന സന്ദർശനം നടത്തി ചെല്ലുമ്പോൾ പ്രായമായ ഒരമ്മച്ചിയുടെ വീട്ടിൽ ഭവന സന്ദർശനത്തിന് ചെന്നു. അമ്മച്ചിക്ക് പണ്ട് മുതലേ ഒരു പതിവുണ്ട്, ആര് വീട്ടിൽ വന്നാലും പ്രത്യേകിച്ച് ദൈവദാസന്മാരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ അവരെ വിടുന്ന ഒരു പതിവ് അമ്മച്ചിക്കില്ല. അപ്രകാരം അമ്മച്ചി വീട് മുഴുവൻ പരതുകയാണ്. പക്ഷേ ഒന്നും ആ വീട്ടിലിരിപ്പില്ല. അച്ഛൻ ഒരു മുൻകൂർ സൂചന പോലും തരാതെയാണ് അച്ഛൻ വീട്ടിൽ വന്നത്. എന്താണ് ഈ അച്ഛന് കൊടുക്കുക എന്നറിയാതെ ഈ അമ്മച്ചി ഇങ്ങനെ പരതി ഏറ്റവും അവസാനം ഒരു ചെറിയ പ്ലാസ്റ്റിക് ഡപ്പയ്ക്കകത്ത് ഒരു 3-4 മാവുണ്ട ബാക്കിയിരിക്കുന്നത് അമ്മച്ചി കണ്ടു. നിങ്ങളിപ്പോഴേ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ 3-4 മാവുണ്ട കണ്ടത് അമ്മച്ചി അതെടുത്ത് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിൽ വെച്ച് ഓടി അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. കിട്ടിയ മാവുണ്ട ഉടനെ തന്നെ അച്ഛൻ ഒരെണ്ണം എടുത്ത് വായിലിട്ടു. വായിലിട്ടപ്പോഴാണ് അപകടം മനസ്സിലാവുന്നത്. ഈ മാവുണ്ട അല്പം പഴകിയതാണ്, ഇതിന് കടി വെക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഇട്ട ചെറുപ്പക്കാരനായ വൈദികൻ മാറി മാറി പരീക്ഷിച്ചു. ഒരു രക്ഷയില്ല, ഒരു ലേശം പോലും കൂസലില്ലാതെ അതിങ്ങനെ അഹങ്കാരത്തോടെ വായിൽ കിടക്കുകയാണ്. അച്ഛൻ അത് വായിൽ തന്നെ അടക്കി വെച്ചു. ഉമിനീര് കൊണ്ടൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം 2ാം ഘട്ടം ഇച്ചിരി കഴിഞ്ഞിട്ട് ആരംഭിക്കുക എന്ന് കരുതി അച്ഛൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കുറെ കഴിഞ്ഞ് ഇതൊന്ന് നനഞ്ഞു, ഒന്ന് കുതിർന്നു എന്നൊക്കെ ഉറപ്പ് വന്നതിന് ശേഷം അച്ഛൻ 2ാം ഘട്ടം ആരംഭിച്ചു. രക്ഷയില്ല, കടി വെക്കുന്നില്ല. ഏറ്റവും അവസാനം അച്ഛൻ്റെ പരാക്രമം കണ്ട അമ്മച്ചി അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ അത് പൊട്ടുന്നില്ലെങ്കിൽ എടുത്ത് തിരിച്ച് ആ പ്ലേറ്റ് വെച്ചേക്കാൻ. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് കേൾക്കാൻ നോക്കിയിരുന്ന അച്ഛൻ പെട്ടെന്ന് മാവുണ്ടയെടുത്ത് പാത്രത്തിൽ വെച്ചു. ഇതോടെ കഥ അവസാനിച്ചു എന്നാണ് അച്ഛൻ കരുതിയത്. തീർന്നില്ല. അമ്മച്ചിയുടെ വക അടുത്ത ഒരു സെൻറ്റൻസ്, അതാണ് വളരെ സങ്കടപ്പെടുത്തിയ സെൻറ്റൻസ്. അമ്മച്ചി ഇങ്ങനെ പറഞ്ഞ അച്ഛനോട്, അച്ഛോ ഇതിനു മുമ്പ് എത്ര അച്ഛന്മാർ വന്നത് പൊട്ടിക്കാൻ നോക്കിയതാ, എന്നിട്ട് പൊട്ടിയില്ല. പിന്നെ അച്ഛൻ ഇന്ന് തരംഗത്തിൻ്റെ നടുമുറ്റത്തിരിക്കുന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ പറയാതെ എന്നോട് പറയുന്നുണ്ട്, എത്രയോ കൺവെൻഷൻ കേട്ട മനുഷ്യരാച്ചോ ഞങ്ങൾ, ചുമ്മാ വെറുതെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മുൻവിധിയോടെ ഈ പന്തലിൻ്റെ ചുവട്ടിലിരിക്കരുത്. തമ്പുരാനെ ദൈവവചനമാണ്, അതെത്ര കാലം മാറി മാറി പ്രസംഗിച്ചാലും അതിൻ്റെ ആവർത്തന വിരസത ഉണ്ടാവില്ല. അതുകൊണ്ട് ഹൃദയത്തെ തമ്പുരാൻ്റെ മുമ്പിൽ തുറന്നുകൊണ്ട് ഈ വചനത്തിനു വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഒരു യാത്രയാണ് ഈ വേദപുസ്തകത്തിൽ കാണുന്നത്. ഹാരാനിൽ നിന്ന് ഭവനത്തിലേക്ക് യാത്ര ചെയ്യുന്ന യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ. നോക്കുക, സ്വന്തം വീട്ടിലേക്കാണ് യാത്ര. അങ്ങനെയാണെങ്കിൽ ഇതിനെ മടക്കയാത്ര എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഇവൻ യാത്ര തുടങ്ങിയത്? വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ചെറുപ്പക്കാരൻ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ അവൻ്റെ പേര് യാക്കോബ് എന്നാണ്. ആരാണ് യാക്കോബ്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കറിയാം അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോൾ ജനിച്ച മകൻ്റെ പേരാണ് ഇസഹാക്ക്. ഇസഹാക്കിന് 60 വയസ്സുള്ളപ്പോൾ ജനിച്ച മകൻ്റെ പേരാണ് യാക്കോബ്. അങ്ങനെയാണെങ്കിൽ ആകെ അബ്രഹാമിൻ്റെ ആയുഷ്കാലം 175 വർഷമാണെന്ന് വിശുദ്ധ വേദപുസ്തകം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 15 വർഷം വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ മടിയിൽ കിടന്ന് വളരാൻ ഭാഗ്യം കിട്ടിയ ചെറുപ്പക്കാരൻ്റെ പേരാണ് യാക്കോബ്. മറന്നുപോകരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ യാക്കോബ് ഒരു മടക്കയാത്രയിലാണ്, അപ്പൻ്റെ വീട്ടിലേക്കുള്ള മടക്കയാത്ര. പ്രിയമുള്ളവരെ, യാത്രകളൊക്കെ പൂർണ്ണമാകുന്നത് മടക്കയാത്രകളുണ്ടാകുമ്പോഴാണ്. മടക്കയാത്രകളില്ലാതെ യാത്രകളൊന്നും പൂർണ്ണമാകുന്നില്ല. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. അവിടെ നിന്ന് ആളുകൾ ഇപ്പോൾ നാട്ടിലേക്ക് പോരുകയാണ്. ഒരു മടക്കയാത്രയുടെ കാലമാണ്. പള്ളികളിലൊക്കെ വീടുകൾ കുറഞ്ഞു വരികയാണ്. സ്വന്തം സ്വത്തും ഉറവുമൊക്കെ തേടി യാത്ര ചെയ്ത മനുഷ്യർ പഴയ നാട്ടിലേക്ക് മടങ്ങി വരുന്ന ചിത്രം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു യാത്ര ചെയ്ത ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു മടക്കയാത്രയാണ് ഇതിൻ്റെ പ്രമേയം. ഈ മടക്കയാത്രയിൽ അവൻ കടന്നു പോകുന്ന 3 സ്ഥലങ്ങൾ ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവൻ കടന്നു പോകുന്ന 3 സ്ഥലങ്ങൾ, അവിടെ അവന് ലഭിക്കുന്ന 3 തിരിച്ചറിവുകൾ ഇന്ന് രാത്രി നിങ്ങളുമായി സംസാരിക്കണം എന്നാണ് ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ യാത്രകളുണ്ട്, മടക്കയാത്രകളുണ്ട്. അവിടെ സഞ്ചാരങ്ങളുണ്ട്, അബദ്ധ സഞ്ചാരങ്ങളുണ്ട്, മൽപ്പിടുത്തങ്ങളുണ്ട്, മാനസാന്തരങ്ങളുണ്ട്. എല്ലാം കൂടെ ചേർന്നതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ യാത്രകൾ. അങ്ങനെയാണെങ്കിൽ ഈ മടക്കയാത്രയിൽ ആയിരിക്കുന്ന യാക്കോബിനെ നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കാം. ഇസ്രയേൽ എന്ന പേര് വന്ന ചെറുപ്പക്കാരനാണ് യാക്കോബ്, നമുക്കറിയാം. ഞാൻ ആദ്യമേ പറഞ്ഞു, 15 വർഷം വല്യപ്പച്ചൻ്റെ മടിയിൽ കിടന്ന് വളരാൻ ഭാഗ്യം കിട്ടിയവൻ്റെ പേരാണ് യാക്കോബ്. യാക്കോബിനെ കുറിച്ച് 10 വാചകം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ആരാണ് യാക്കോബ് എന്ന് നിങ്ങൾ പറയും എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. നമുക്കറിയാം യാക്കോബ് ഉപായിയാണ്.
യാക്കോബ് കുതികാൽ പിടിച്ചവനാണ്. യാക്കോബ് ഗർഭത്തിൽ അമ്മയ്ക്ക് വേദന കൊടുത്തവനാണ്. ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തവനാണ്. പരദേശത്തേക്ക് പലായനം ചെയ്യപ്പെടാൻ വിധിക്കപ്പെട്ടവനാണ്. അപ്പൻ പടിയിറക്കി പിണ്ടം വെച്ചവനാണ് യാക്കോബ്. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇന്ന് രാത്രി നമ്മളുടെ ധ്യാന വിഷയം. അവൻ്റെ ജീവിതത്തിൽ 3 ഇടപെടലുകൾ വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ നടക്കുന്നതായി വിശുദ്ധ വേദപുസ്തകം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിലാണ്. ആരാണ് ഇടപെടുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഇടപെടുന്നത് ലാബാനാണ്. ലാബാൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയാം. യാക്കോബിൻ്റെ അമ്മാവൻ്റെ പേരാണ് ലാബാൻ. അവിടെ നിന്ന് സ്വന്തം അമ്മാവനെ കബളിപ്പിച്ച് മടങ്ങി വരുന്ന യാക്കോബിനെ ഗലേദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് ലാബാൻ എതിരിടുന്ന ഒരു ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി 31-22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ വന്നിട്ട് യാക്കോബിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, യാക്കോബേ, നീ എന്തിനാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയത്? നിന്നെ ഞാൻ വളരെ അനുഗ്രഹത്തോടെ യാത്ര അയക്കുമായിരുന്നല്ലോ. എൻ്റെ പെൺമക്കളെ വാളാൽ പിടിച്ചവരെ പോലെ കൊണ്ടുപോകാൻ നിനക്കെങ്ങനെ തോന്നി? എൻ്റെ വീട്ടിലെ കുടുംബ ദൈവങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ രാത്രിയിൽ ആരും കാണാതെ ഇറങ്ങിപ്പോകാൻ നിനക്കെങ്ങനെ തോന്നി? എന്നെ ചൂഷണം ചെയ്തുകൊണ്ട് പോകാൻ നിനക്കെങ്ങനെ തോന്നി? നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എല്ലാം തന്ന് നന്നായി നിന്നെ ഞാൻ യാത്ര അയക്കുമായിരുന്നല്ലോ എന്ന് ഗലേദിൽ വെച്ച് യാക്കോബ് ലാബാനുമായി ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. ഇനി ഈ വേദഭാഗം കഴിഞ്ഞ് തൊട്ടടുത്ത ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ സ്വന്തം സഹോദരനായ ഏശാവാണ് അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. നമ്മൾ കാണുന്നുണ്ട്, ഏശാവ് അവനെ കണ്ടോടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുന്ന അടുത്ത വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ എൻ്റെ ധ്യാനം അവൻ്റെ ജീവിതത്തിൽ 3ാമത് ഇടപെട്ട ദൈവത്തെക്കുറിച്ചാണ്. അത് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ അവൻ്റെ ജീവിതത്തിൽ വേറൊരു മനുഷ്യൻ ഇടപെടുന്നുണ്ട്. അവൻ്റെ പേരാണ് ദൈവം തമ്പുരാൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സൗമ്യമായി ചില അനുഭവങ്ങളിലൂടെയൊക്കെ ദൈവം തമ്പുരാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടാറുണ്ട്. മറന്നു പോകരുത്. ഒരുപക്ഷെ ഈ പന്തലിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തോട് സൗമ്യമായി ഇടപെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അപ്രകാരം ഇടപെടുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താനാണ് പ്രാരംഭമായി ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം തമ്പുരാൻ അവനോട് ഇടപെട്ട 3 സ്ഥലങ്ങൾ, 3 തിരിച്ചറിവുകൾ ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവച്ച് എൻ്റെ ധ്യാനം അവസാനിപ്പിക്കാം. 3 സ്ഥലങ്ങളിൽ ഒന്നാമത്തെ സ്ഥലം 32-ാം അധ്യായം അതിൻ്റെ ആദ്യ വാക്യമാണ്. ഉൽപ്പത്തി 32-ന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യാക്കോബ് തൻ്റെ വഴിക്ക് പോയി, ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ സേന എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് മഹനയീം എന്ന പേർ വിളിച്ചു. കുറിച്ചു വെക്കണം, ഒന്നാമത്തെ സ്ഥലം മഹനയീം. യാക്കോബ് ദൈവവുമായിട്ടുള്ള ഇടപെടലിൽ അവൻ എത്തിച്ചേരുന്ന ഒന്നാമത്തെ സ്ഥലം മഹനയീം. മഹനയീം അവനെ പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം എന്താണ് എന്ന് നിങ്ങളുമായി ഈ സമയത്ത് ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഹനയീം, എ പ്ലേസ് ഓഫ് ഗോഡ്സ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് മഹനയീം പങ്കുവച്ച ഒന്നാമത്തെ തിരിച്ചറിവ്. മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, സമ്പന്നനായി ഒരു ചെറുപ്പക്കാരൻ മടങ്ങി വരികയാണ്. അവൻ വീട് വിട്ടു പോയിട്ട് എത്ര വർഷമായി എന്ന് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലിരിക്കുന്ന ആർക്കെങ്കിലും എന്നോട് പറയാമോ? യാക്കോബ് വീട് വിട്ടുപോയിട്ട് എത്ര വർഷമായി? അവൻ വീട് വിട്ടുപോയിട്ട് ഇന്നേക്ക് 20 വർഷങ്ങൾ പിന്നിടുകയാണ്. 20 വർഷങ്ങൾ പിന്നിടുകയാണ്. അമ്മയുടെ നിർദ്ദേശപ്രകാരം അമ്മാവനായ ലാബാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഇന്നേക്ക് 20 വർഷങ്ങൾ പിന്നിടുകയാണ്. 7 വർഷം പോയി അമ്മാവൻ്റെ വീട്ടിൽ ജോലി ചെയ്തു. ഭാര്യയെ കിട്ടി. ആഗ്രഹിച്ച ഭാര്യയല്ല കിട്ടിയത്. പിന്നൊരു 7 വർഷം കൂടെ ജോലി ചെയ്തപ്പോൾ ആഗ്രഹിച്ച ഭാര്യയെ കിട്ടി. 7 + 7 14. പിന്നൊരു 6 വർഷം കൂടെ ജോലി ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ ആടുമാടുകൾ, ഇഷ്ടം പോലെ കന്നുകാലികൾ, ഇഷ്ടം പോലെ ഒട്ടകങ്ങൾ, സമ്പൽ സമൃദ്ധിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ അഹങ്കരിക്കുകയാണ്. സമ്പത്തിൻ്റെ ഏറ്റവും പരക്കൊടിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കയറിപ്പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വർഷങ്ങൾക്ക് മുമ്പ് ഒന്നുമില്ലായ്മയുടെ ഒരു കാലത്തിൽ ജീവിതത്തിൻ്റെ പരിവരുത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു ചെറുപ്പക്കാരൻ സർവ്വസമ്പന്നനായി ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ സ്വന്തം അപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ചിത്രമാണ് വേദപുസ്തകം എന്നെയും നിങ്ങളെയും പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ധ്യാനിക്കുന്നത് നന്നായിരിക്കും. അവനോടൊപ്പം 2 ഭാര്യമാരുണ്ട്. അവനോടൊപ്പം 2 ദാസിമാരുണ്ട്. അവൻ്റെ മക്കളായ 11 പുത്രന്മാരുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ 11 പുത്രന്മാരുണ്ട്. കന്നുകാലികളുണ്ട്, ഒട്ടകങ്ങളുണ്ട്,
ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. ഈ ചെറുപ്പക്കാരൻ അമ്മ അവനെ കബളിപ്പിച്ചു സ്വന്തം അപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, മഹനീം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ, ഇതാ ദൈവത്തിൻ്റെ സേന അവൻ്റെ എതിരെ കയറി വരികയാണ്. ദൈവത്തിൻ്റെ സേന അവൻ്റെ എതിരെ കയറി വരികയാണ്. അവൻ ആവശ്യപ്പെട്ടതല്ല ദൈവത്തിൻ്റെ സേനയെ, അവൻ ചോദിച്ച് വിളിച്ചു വാങ്ങിച്ചതല്ല ദൈവത്തിൻ്റെ സേനയെ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് രാത്രി ഓർമ്മപ്പെടുത്തട്ടെ, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സേന കയറി വരികയാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ, ഒരു തിരിച്ചറിവ് പോലെ, അവൻ വിളിക്കാതെ, അവൻ ചോദിക്കാതെ, അവൻ ആവശ്യപ്പെടാതെ ദൈവത്തിൻ്റെ സേന അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഒരു ചിത്രം മഹനെയും നമുക്ക് മുമ്പിൽ വരച്ചിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തരംഗം, ഈ സെൻറ്ററിൽ കൂടിയിരിക്കുന്ന, ഈ വചനകൂടാരത്തിൻ്റെ കീഴിലിരിക്കുന്ന ദൈവജനമേ ചോദിക്കട്ടെ, ഈ ദൈവത്തിൻ്റെ സേനയെ ഇതിനു മുമ്പ് ഈ ചെറുപ്പക്കാരൻ കണ്ടിട്ടുണ്ടോ? ഈ ദൈവത്തിൻ്റെ സേനയെ ഇതിനു മുമ്പ് ഈ ചെറുപ്പക്കാരൻ കണ്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ഇല്ല എന്ന് നിങ്ങൾ പറയരുതേ, അങ്ങനെ പറയരുത്. ഒരു 4 അധ്യായം പുറകിലേക്ക് പോവുക. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. കണ്ണു കാണാൻ കഴിയാത്ത ഒരു അപ്പൻ്റെ മുമ്പിൽ അമ്മയുടെ നിർദ്ദേശപ്രകാരം എല്ലാം ഭംഗിയാക്കി ഒരു ചെറുപ്പക്കാരൻ പോയിരിക്കുന്നുണ്ട്. അനുഗ്രഹം വാങ്ങിക്കുന്നതിന് വേണ്ടി അമ്മയെല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ പോയി അപ്പൻ്റെ മുമ്പിലിരുന്നു. അപ്പൻ ഈ ചെറുപ്പക്കാരൻ്റെ തലയിൽ കൈവച്ച് അവനെ അനുഗ്രഹിച്ചു. അവിടെ നിന്ന് അമ്മ അവനോട് പറഞ്ഞു, മോനെ, ഇനി ഇവിടെ നിന്നാൽ നിനക്ക് ആപത്താണ്. ഇനി നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിപ്പോകണം. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഓടുകയാണ്. ഉടുതുണിക്ക് മറുതുണിയില്ല. കിട്ടിയ അവകാശം മാത്രമേ ഉള്ളൂ, കിട്ടിയ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. തലയിൽ കൈവച്ചൊരു അപ്പൻ അനുഗ്രഹിച്ചതല്ല, അത് വേറൊന്നുമില്ല. ഒരുപക്ഷെ ലഭിച്ച ജ്യേഷ്ഠാവകാശം മാത്രമേ ഉള്ളൂ, വേറൊന്നും അവൻ്റെ കയ്യിലില്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, അരവയറിന് ആഹാരമില്ലാതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഓടുകയാണ് 20 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഓടിപ്പോകുമ്പോൾ ബഥേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവൻ ചെന്ന് കിടന്നു എന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബഥേലിൽ കിടക്കുമ്പോൾ അവൻ്റെ ജീവിതം പരിവരുത്ത യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങളവിടെ വായിച്ചു നോക്കിയാൽ ഒരു വാക്യങ്ങളിൽ പോലും ഒരു ശുഭസൂചന എഴുതി വെച്ചിട്ടില്ല. തലയണയായി കല്ലെടുത്തു വെച്ചു. രാത്രിയായിരുന്നു, ഇരുട്ട് ബാധിച്ചിരുന്നു, മുൻപോട്ടുള്ള വഴിയെക്കുറിച്ച് അറിയില്ല. ജീവിതത്തിൻ്റെ പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങൾ അവൻ്റെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ നിരനിരയായി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ഈ ചെറുപ്പക്കാരൻ അറിയില്ല. വല്ലാതെ ഉലഞ്ഞു പോയല്ലോ. ദൈവമേ, ഇത് വേണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു പരാക്രമത്തിന് പോയത്? അനുഗ്രഹം വേണ്ടായിരുന്നു. സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാമായിരുന്നു. ഈ ചെറുപ്പക്കാരൻ ഹൃദയഭാരത്തോടെ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ അവൻ ബഥേലിൽ കിടന്നുറങ്ങുമ്പോൾ അവനൊരു സ്വപ്നം കണ്ടു. പ്രിയമുള്ളവരെ, ആ സ്വപ്നത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: ഇതാ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിലൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ, ദൈവത്തിൻ്റെ സേന കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. അവനത് കണ്ടു. അവനോട് ദൈവത്തിൻ്റെ സേന പറഞ്ഞു, യാക്കോബേ, എഴുന്നേക്കടാ, നിന്റെ കൂടെ ഞാനുണ്ടാവും, നിന്നോടൊപ്പം ഈ ദൈവത്തിൻ്റെ സേന ഉണ്ടാവും. നീ പോകുന്നിടത്ത് നിന്നെ ഒരു അനുഗ്രഹമാക്കി ഞാൻ തീർക്കും. എവിടെ നിന്നാണോ നിന്നെ പടിയിറക്കി പിണ്ടം വെച്ചത്, ആ വീട്ടിലേക്ക് നിന്നെ ഒരു അനുഗ്രഹമായി ഞാൻ മടക്കി കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് എന്ന് അന്ന് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സേന കണ്ണിൻ്റെ മുമ്പിൽ വന്ന് വാക്ക് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ പേരാണ് യാക്കോബ്. എന്നാൽ ഇന്ന് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ എത്തിച്ചേരുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 2 ഭാര്യമാർ, 2 ദാസിമാർ, 11 പുത്രന്മാർ, ആടുമാടുകൾ, കന്നുകാലികൾ, ഒട്ടകങ്ങൾ എല്ലാം ഇഷ്ടം പോലെ ലഭിച്ച് സ്വന്തം അമ്മാവനായ ലാബാനെയും തൻ്റെ ഗവേഷണ പാഠവും ഉപയോഗിച്ച് കബളിപ്പിച്ച് അനുഗ്രഹങ്ങളെ വാരിക്കൂട്ടി അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എന്ത് പരാക്രമവും ചെയ്ത ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങളെ ഒരു കൂന പോലെ കൂട്ടിയ ഒരു ചെറുപ്പക്കാരൻ മടങ്ങി വരുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഇതാ വർഷങ്ങൾക്ക് മുമ്പ് അവൻ കണ്ട ദൈവത്തിൻ്റെ സേന കയറി വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, അനുഗ്രഹങ്ങളുടെ പരകോടിയിലെത്തിയപ്പോൾ നിനക്ക് കൈമോശം വന്നു പോയ ഒരു ദൈവത്തിൻ്റെ സേനയുണ്ട്. യാക്കോബേ, ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നിന് പറയെ ഒന്നൊന്നായി നിന്നോട് ചേർത്ത് വെച്ചപ്പോൾ, ജീവിതത്തിൻ്റെ നന്മകൾ ഒന്നിന് പറയെ ഒന്നൊന്നായി തമ്പുരാൻ തന്ന് നിന്നെ അനുഗ്രഹിച്ചപ്പോൾ, ജീവിതത്തിൽ നീ ആഗ്രഹിക്കാത്ത അനുഗ്രഹങ്ങളിലേക്ക് നിന്റെ ഒടേ തമ്പുരാൻ നിന്നെ കൈപിടിച്ചു കൊണ്ടുപോയപ്പോൾ, നിനക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നീ മറന്നു കളഞ്ഞാലും നിന്നെ മറന്നു കളയാത്ത ഒരു ദൈവത്തിൻ്റെ സേന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത് ഉണർവിൻ്റെ ദേശമാണ്, ഇത് ഉണർവിൻ്റെ ഇടമാണ്. പറയാതിരിക്കരുത്, സ്തോത്രം പറയാതിരിക്കരുത്, ഹല്ലേലൂയ പറയാതിരിക്കരുത്. ദൈവകൃപ അനുഭവിച്ചവൻ സ്തുതിക്കും പ്രിയമുള്ളവരെ. ദൈവകൃപ അനുഭവിച്ചവൻ സ്തോത്രം പറയും പ്രിയമുള്ളവരെ. അവൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല പ്രിയമുള്ളവരെ. തമ്പുരാന് സ്തോത്രം പറയണം.
വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബേ നീ കണ്ട ദൈവത്തിൻ്റെ സേനയെ ഇന്നേക്ക് 20 വർഷങ്ങൾക്കിപ്പുറം നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ഇതാ നിന്റെ എതിരെ ഇന്ന് രാത്രി ആ ദൈവത്തിൻ്റെ സേന കയറി വരികയാ. എൻ്റെ മുമ്പിലിരിക്കുന്ന ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് രാത്രി നമ്മുടെ മാതാപിതാക്കൾ കണ്ട ദൈവ സാന്നിധ്യത്തെ, എൻ്റെ അപ്പനും അമ്മയും കണ്ട ദൈവിക സേനയെ ഇന്ന് 20 വർഷങ്ങൾക്കിപ്പുറം നിന്റെ അനുഗ്രഹങ്ങളുടെ പടയോട്ടങ്ങളിൽ നിന്റെ ജീവിതത്തിൽ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നീ കൂട്ടിയ യാത്രയുടെ ഒക്കെ ഉത്തുംഗ ശൃംഗങ്ങളിൽ നിനക്ക് കൈമോശം വന്നുപോയെങ്കിൽ ഇന്ന് ഈ വചനകൂടാരത്തിൻ്റെ അകത്ത് അവൻ നിന്റെ എതിരെ കയറി വരുന്നുണ്ട്, മറന്നു പോകരുതോ. ഇന്ന് ഈ പന്തലിനുള്ളിൽ നിനക്കെതിരെ അവൻ കയറി വരികയാണ്. ഹല്ലേലൂയ. എൻ്റെ അപ്പനും അമ്മയും കണ്ട ദൈവ സാന്നിധ്യം, എൻ്റെ പൂർവ്വ മാതാപിതാക്കൾ അനുഭവിച്ച ദൈവ സാന്നിധ്യം, എൻ്റെ മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കണ്ണുനീരിന് മുമ്പിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം, ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ ദൈവജനമേ, നിനക്ക് അനുഗ്രഹങ്ങളെ തന്നപ്പോൾ, നിനക്ക് സമ്പത്ത് തന്നപ്പോൾ, നിനക്ക് കുഞ്ഞുങ്ങളെ തന്നപ്പോൾ, നിനക്ക് സൗകര്യങ്ങളെ തന്നപ്പോൾ, നിനക്ക് ഇഷ്ടം പോലെ സമൃദ്ധി തന്നപ്പോൾ, ഈ ദൈവത്തിൻ്റെ സേനയെ നിനക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, നിന്റെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഇന്ന് രാത്രി അവൻ നിന്റെ വാതിലിന് കുറുകെ കയറി വരികയാണ്. മറക്കരുത്, ഈ ദൈവ സാന്നിധ്യത്തെ നീ തിരിച്ചറിയാതെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകരുത് എന്നോർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മഹനയീമിൽ കണ്ടോ ആ ദൈവ സാന്നിധ്യത്തെ? അപ്പൻ്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒന്നുമില്ലാതിരുന്ന ചെറുപ്പക്കാരൻ ഇവിടെ ഇതാ വീണ്ടും ആ ദൈവ സാന്നിധ്യത്തെ രുചിച്ചറിയുകയാണ്. അപ്പൻ്റെ കണ്ണിലെ ദുഃഖഹേതു, സഹോദരൻ്റെ കണ്ണിലെ കരട്, ലാബാന്റെ ശത്രു, എന്നിട്ടും നിന്നെ അനുഗ്രഹിച്ച ഒരു ദൈവത്തെ ഇന്ന് നീ മറന്നുപോകരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്ത നടുക്കായി കിടക്കുന്ന സങ്കീർത്തനങ്ങൾ നമുക്കൊക്കെ ഇഷ്ടമുള്ളവരാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒത്ത മധ്യത്തിൽ കിടക്കുന്ന 101 സങ്കീർത്തനം ഒരുപക്ഷെ പല ആവർത്തി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. 101 സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 150 സങ്കീർത്തനങ്ങളുള്ളതിൽ ഏകദേശം 73-74 സങ്കീർത്തനങ്ങൾ രചിച്ചത് ദാവീദാണ്. ദാവീദ് സുന്ദരനായ ഒരു പാട്ടുകാരനായിരുന്നു, ഒരു കൊയർ മാസ്റ്ററായിരുന്നു. അവൻ നന്നായി സങ്കീർത്തനങ്ങൾ എഴുതി വെച്ചു. അതിനകത്ത് അപേക്ഷകളുണ്ട്, സ്തോത്രങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ഓരോ സങ്കീർത്തനത്തും എഴുതാൻ ഒരു കാരണമുണ്ട്, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ 101 സങ്കീർത്തനം വളരെ പ്രത്യേകതയുള്ള ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ മണ്ടയ്ക്ക് എഴുതിയിട്ടില്ല. എന്നാൽ ആ സങ്കീർത്തനം രചിക്കാനൊരു കാരണമുണ്ട്, അതിനൊരു സാഹചര്യമുണ്ട്. എപ്പോഴാണ് ദാവീദ് അത് എഴുതിയത് എന്ന് വളരെ കൃത്യമായി നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയും. അവനെ ദൈവം തമ്പുരാൻ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദ് പാടിവെച്ച സങ്കീർത്തനമാണ് 101 സങ്കീർത്തനം. അതിൻ്റെ ആദ്യത്തെ സെന്റൻസ് അവൻ ഇങ്ങനെയാണ് പാടുന്നത്: യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും, യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും. അധികാരത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് അവൻ പാടിയ സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും. എന്തിനാണ് അവൻ അങ്ങനെ പാടിയത്? അധികാരത്തിലേക്ക് കയറുമ്പോൾ അവൻ അങ്ങനെ പാടാനുള്ള കാരണം എന്താണ് പ്രിയമുള്ളവരെ? ഒന്ന് തിരിഞ്ഞു പോവുക. ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാവുകയാണ്. ശമൂവേലേ, നീ എഴുന്നേറ്റ് ബേത്ലഹേമിനായ ഇശായിയുടെ വീട്ടിലേക്ക് ചെല്ലുക. ഈ ദേശത്തിൻ്റെ രാജാവിനെ ഞാൻ ഇശായിയുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊമ്പിൽ തൈലവും എടുത്തുകൊണ്ട് ശമൂവേൽ എന്ന ദൈവപുരുഷൻ ഇതാ ബേത്ലഹേമിനായ ഇശായിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇശായിയോട് പറഞ്ഞു, ഇശായിയെ, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നിന്റെ ഒരു കുഞ്ഞിനെ ദൈവം തമ്പുരാൻ രാജാവാക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നിന്റെ മക്കളെ വിളിക്കാൻ പറഞ്ഞു. അപ്പൻ മക്കളെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഏലിയാബ്, അബിനദാബ്, ശമ്മ, ഇങ്ങനെ മക്കളെ അപ്പൻ ഇങ്ങനെ എണ്ണി വിളിക്കുകയാണ്. 7 മക്കളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വീട്ടിൽ പോയി വായിച്ചു നോക്കണം. മിണ്ടാതിരുന്നു എന്നുള്ളതിന് എന്താണെച്ചാ ഉറപ്പ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം: 7 മക്കളെ വിളിക്കാൻ ഒരു അപ്പൻ കാണിച്ച തിടുക്കം 8ാമത്തെ വിളിക്കാൻ കാണിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? 7 മക്കളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ശമൂവേൽ ഈ ഇശായിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: ഇശായിയെ, നിന്റെ മക്കൾ തീർന്നോടാ? നിന്റെ മക്കൾ തീർന്നോ? അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരപ്പൻ ഒരു നിമിഷമെങ്കിലും ഒന്ന് മൗനം പാലിച്ചിട്ടുണ്ട്. 8ാമത്തെ വിളിക്കാൻ ഒരപ്പൻ മൗനം പാലിച്ചവൻ്റെ പേരാണ് ദാവീദ്. എൻ്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസിയെ, അപ്പൻ മറന്നുപോയവൻ്റെ പേരാണ് ദാവീദ്. അപ്പൻ മറക്കുമോ? മറക്കും പ്രിയമുള്ളവരെ. അമ്മ മറക്കുമോ? മറക്കും പ്രിയമുള്ളവരെ. ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പാടുന്നത്? പെറ്റതള്ള മാറിപ്പോയാലും വേണ്ട, പാടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൻ മറക്കും പ്രിയമുള്ളവരെ, അമ്മ മറക്കും. അങ്ങനെയാണെങ്കിൽ സ്വന്തം അപ്പൻ മറന്നവൻ്റെ പേരാണ് ദാവീദ്. പോട്ടെ,
അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ സഹോദരങ്ങൾ ഫിലിസ്തീനുമായിട്ട് യുദ്ധം ചെയ്യുക. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, സമയം പാലിക്കണമല്ലോ. സഹോദരങ്ങൾ ഫിലിസ്തീനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അപ്പൻ പറഞ്ഞു, മോനെ ദാവീദേ, നീ മലരും അപ്പമൊക്കെ എടുത്ത് സഹോദരങ്ങളുടെ അടുത്ത് പോയിട്ട് വാടാ, അവരൊക്കെ പടക്കളത്തിൽ സുഖമായിരിക്കുന്നു ഒന്ന് തിരക്കിയിട്ട് വാടാ. അങ്ങനെ അപ്പൻ ഈ മകനെ പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഏലിയാവ് അവനോട് കോപിച്ചു എന്നാണ് പറയുന്നത്. എടാ, കുറേ ആടുകളുള്ളതിനെ അവിടെ വെറുതെ വിട്ടിട്ട് ഇവിടെ വരാൻ നിന്നോടാരാ പറഞ്ഞേ? പടക്കളത്തിൽ നിനക്കെന്താടാ സ്ഥാനം? നീ നമ്മുടെ വീട്ടിൽ ആടിനെ മേയ്ക്കാൻ വിളിക്കപ്പെട്ടവനല്ലേ? നീ എന്തിനാണ് ഇവിടെ വന്നത്? സഹോദരങ്ങൾ മറക്കുമോ പ്രിയമുള്ളവരെ? മറക്കും പ്രിയമുള്ളവരെ. സഹോദരങ്ങൾ മറന്നവൻ്റെ പേരാണ് ദാവീദ്. രാജാവ് നിസ്സാരനായി കണ്ടവൻ്റെ പേരാണ് ദാവീദ്. ദാവീദ് ശൗൽ രാജാവിനോട് പോയി ചോദിക്കുന്നുണ്ട്, ഈ ഫിലിസ്തീനുമായിട്ട് ഞാനൊന്ന് യുദ്ധം ചെയ്യട്ടെ. ഉടനെ ശൗൽ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, മോനെ നീ ബാലനാടാ, നിനക്കതിനുള്ള കഴിവില്ലല്ലോ. സ്വന്തം ദേശത്തിൻ്റെ രാജാവ് നിസ്സാരനായി കണ്ടവൻ്റെ പേരാണ് ദാവീദ്. പ്രിയമുള്ളവരെ, ആര് മറന്നാലും മറക്കാത്തവനാണ്. അയ്യോ, നിങ്ങൾ ഇത്രയും വിശുദ്ധരായ മനുഷ്യരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒറ്റയടിക്ക് നിങ്ങൾ ദൈവത്തെ പോയല്ലോ, ഞാൻ വരുന്നതേ ഉള്ളൂ. അപ്പൻ മറന്നു, ഭാര്യ സഹോദരങ്ങൾ മറന്നു, രാജാവ് മറന്നു. ആര് മറന്നാലും മറക്കാത്തവളുടെ പേരാണ് ഭാര്യ. അതുകൊണ്ടാണല്ലോ ഭാര്യ പണ്ട് എഴുതി തന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ തന്ന എഴുത്തുകളൊക്കെ, പ്രേമലേഖനങ്ങളൊക്കെ ചിലപ്പോൾ കയ്യിലുണ്ടാവും. പണ്ടൊരു ചെറുപ്പക്കാരൻ എഴുതിയെന്നാണ് പറഞ്ഞത്, എടി നീ എത്ര കടലിനക്കരെ പോയാലും കടൽ ചാടി ഞാൻ നിൻ്റെ അടുത്ത് വരും. നീ എത്ര തീക്കൂട്ടത്തിന് അപ്പുറത്ത് നിന്നാലും തീക്കുണ്ടം ചാടി ഞാൻ നിൻ്റെ അടുത്ത് വരും. എന്നിട്ട് അവൻ അതിൻ്റെ അടിയിൽ എഴുതിയെന്നാണ് പറഞ്ഞത്, മഴയില്ലെങ്കിൽ അടുത്ത ആഴ്ച പള്ളിയിൽ കാണാം. കാരണം പണ്ട് ഈ പ്രണയലേഖനമൊക്കെ എഴുതുമ്പോൾ വാരിക്കോരി അങ്ങ് കാച്ചുവല്ലേ. അപ്പോൾ ആരെല്ലാം ഉപേക്ഷിച്ചാലും എൻ്റെ ഇച്ഛായ നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറയുന്നവളാണ് ഭാര്യ. അങ്ങനെയാണെങ്കിൽ ദാവീദിനെ സ്വന്തം ഭാര്യയും മറന്നുവെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ പെട്ടകം ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് ഒരു കാളവണ്ടിയിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോൾ അവൻ വസ്ത്രമെല്ലാം പറിച്ചുരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് അവൻ ഒരു പഞ്ഞി നൂലെങ്കി വസ്ത്രമെടുത്ത് അവൻ്റെ ശരീരത്ത് ധരിച്ചു. എന്നിട്ട് ദൈവത്തിൻ്റെ പുസ്തകത്തിന് മുമ്പിൽ കടന്നുകൊണ്ട് ദാവീദ് ആനന്ദ നൃത്തം ചവിട്ടിയതായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാഖോൻ്റെ കളത്തിൽ വരുമ്പോൾ കാള വിരണ്ടതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വായിച്ചിട്ടില്ലെങ്കിൽ ആദ്യമായി കേൾക്കുന്നത് പോലെ കേട്ടിരിക്കുക. വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്രകാരം ദൈവത്തിൻ്റെ പെട്ടകം എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോൾ ഈ മനുഷ്യൻ അതിൻ്റെ മുമ്പിൽ കിടന്ന് ആനന്ദ നൃത്തം ചവിട്ടി. അപ്പോൾ സ്വന്തം ഭാര്യ ശൗലിൻ്റെ മകൾ മീഖൾ കിളിവാതിലൂടെ നോക്കി ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. നാണമില്ലേ നിനക്കിങ്ങനെ കിടന്ന് കൂത്ത് കളിക്കാൻ? നാണമില്ലേ? ലജ്ജ തോന്നുന്നു? ഈ പെട്ടകത്തിൻ്റെ മുമ്പിൽ കിടന്ന് ആടി തിമിർക്കാൻ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? സ്വന്തം ഭാര്യ ഹൃദയത്തിൽ നിന്ദിച്ചവൻ്റെ പേരാണ് യാക്കോബ്. പ്രിയമുള്ളവരെ, വീണ്ടും ദാവീദ് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ സ്വന്തം മകൻ അബ്ശാലോം അപ്പന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അപ്പനെ തകർക്കാൻ ശ്രമിച്ചതിൻ്റെ ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. സ്വന്തം അപ്പൻ ഉപേക്ഷിച്ചവൻ, സഹോദരന്മാർ ഉപേക്ഷിച്ചവൻ, രാജാവ് നിസ്സാരനായി കണ്ടവൻ, സ്വന്തം ഭാര്യ നിന്ദിച്ചവൻ, സ്വന്തം അപ്പന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയ മകൻ. എന്നാൽ എന്നെ കണ്ട ഒരു സർവശക്തനായ ദൈവമുണ്ട്. അപ്പൻ മറന്നാലും, അമ്മ മറന്നാലും, സഹോദരങ്ങൾ മറന്നാലും, ഭാര്യ മറന്നാലും, എൻ്റെ കുഞ്ഞുങ്ങൾ മറന്നാലും, എന്നെ കണ്ട ഒരു സർവശക്തനായ തമ്പുരാനുണ്ട്. അധികാരത്തിൻ്റെ ചെങ്കോൽ ദൈവം തമ്പുരാൻ അവൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ അധികാരത്തിൻ്റെ സിംഹാസനത്തിലേക്ക് സ്വർഗത്തിലെ ഒടേ തമ്പുരാൻ അവനെ കൈപിടിച്ച് കയറ്റുമ്പോൾ ആ കസേരയുടെ മുമ്പിൽ നിന്ന് അവൻ പാടിവെച്ച സങ്കീർത്തനം 101 സങ്കീർത്തനം, യഹോവേ ഞാൻ നിനക്ക് സ്തോത്രം പാടും. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൻ്റെ പരിവരുത്ത ജീവിതാനുഭവങ്ങളിൽ എന്നെ മാനിച്ച ഒരു ദൈവത്തെ മറന്ന് എനിക്കൊരു ജീവിതമില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തെ മറന്നു പോകരുതോ. നിന്നെ വഴി നടത്തിയ ദൈവ സാന്നിധ്യത്തെ മറന്നു പോകരുതോ. ഇന്ന് ഈ പന്തലിനുള്ളിൽ എൻ്റെ തലമുറ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം, മോനെ മറക്കരുത്, നിന്റെ കഴുത്തിന് കെട്ടിവെക്കണം. സ്വർഗത്തിലെ തമ്പുരാൻ നടത്തിയ വഴികളെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് കെട്ടിവെക്കണം, മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേരളത്തിന് പുറത്തൊരിടത്ത് പ്രസംഗിക്കാൻ പോയി. ഞാനവിടെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ മുമ്പിലൊരു മനുഷ്യനിരുന്ന് വലിയ വായിൽ കരയുകയാണ്. എനിക്ക് കരച്ചിൽ കണ്ടാൽ വലിയ പ്രയാസമാണ്. കാരണം ഞാൻ അപ്പനില്ലാതെ വളർന്നതാണ്. എൻ്റെ അപ്പൻ കുഞ്ഞിലെ മരിച്ചതാണ്. എൻ്റെ അമ്മ ഇങ്ങനെ ഞങ്ങളെ കരഞ്ഞ് ആണ് വളർത്തിയത്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ കരച്ചിലാണ്. അതുകൊണ്ട് ഈ കരച്ചിൽ കാണുമ്പോൾ വളരെ ഇമോഷണലാവും. ഈ മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് കരയുകയാണ്. പ്രസംഗം തീർന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ ചോദിച്ചു, അങ്കിളെ പ്രസംഗം മുഴുവൻ അങ്കിൾ കരയുകയാണ്. ഇത്രമാത്രം ഹൃദയത്തെ അങ്കിളിനെ വിഷമിപ്പിച്ച എന്തെങ്കിലും ജീവിത സാഹചര്യം ഉണ്ടോ? ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ചോ ഒന്നുമില്ലാതെ കേരളത്തിൽ നിന്ന് വണ്ടി കയറിയൊരു മനുഷ്യനാണ് അച്ചോ ഞാൻ. എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഞാനൊരു കൊച്ച സൈക്കിൾ ഒപ്പിച്ചോ.
സൈക്കിളിൽ ചായയുടെ ഒരു കെറ്റിൽ വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് അതിനകത്ത് ചായ നിറച്ചു. ഞാനും എൻ്റെ ഭാര്യയും കൂടി റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റച്ചു. ഏകദേശം 10-30 ദിവസം, ഒരു മാസം. അവിടെ നിന്ന് ഞാൻ മുൻപോട്ട് പോയി ഒരു കൊച്ചു ബിസിനസ് തുടങ്ങി. ഒരു ചെറിയ ടയറിൻ്റെ ബിസിനസ്സാണ്. അവിടെ നിന്ന് ദൈവം തമ്പുരാൻ എന്നെ പടിപടിയായി അനുഗ്രഹിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ എൻ്റെ കൈ പിടിച്ചോ എന്നെ ആ പള്ളിക്ക് മുറ്റത്തിറക്കി നിർത്തി. എന്നിട്ട് കൈ വീശി കാണിച്ചിട്ട് പറഞ്ഞു, അച്ചോ, ഈ കാണുന്നത് മുഴുവൻ എൻ്റെ കുഞ്ഞുങ്ങൾ വാങ്ങിച്ചിട്ടേക്കുന്നതാണ്. അച്ചോ, ഈ കാണുന്നത് മുഴുവൻ എൻ്റെ മക്കൾ വാങ്ങിച്ചിട്ടേക്കുന്നതാണ്. എന്നിട്ട് ആ മനുഷ്യനാണോ, അച്ചോ, ഈ പള്ളിയുടെ മുമ്പിൽ ഇരിപ്പുണ്ട് എൻ്റെ മക്കൾ, ഒറ്റ ലൈനിൽ ഇരിപ്പുണ്ട് അച്ചോ, എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ കുടുംബവും. ഓരോ ദിവസവും ഞായറാഴ്ച ഞാൻ എൻ്റെ മക്കളോട് പറയും, മോനെ, ഈ അപ്പനൊന്നുമില്ലാത്തവനായി ഒരു അന്യദേശത്ത് വന്നതാടാ, ദൈവം നമ്പുരാൻ അമർത്തിക്കുലുക്കി തന്നതാടാ, സമ്പാദ്യങ്ങളെ അനുഗ്രഹങ്ങളെ തന്ന് അനുഗ്രഹിച്ചതാണ്. അതുകൊണ്ട് ഒരു ഞായറാഴ്ച പോലും ദൈവാലയം മുടക്കരുത് മോനെ. ഒരു ഞായറാഴ്ച പോലും ഇന്ന് വരെ ഈ പള്ളി എൻ്റെ കുഞ്ഞുങ്ങൾ മുടക്കിയിട്ടില്ലച്ചോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഈ തരംഗത്തിലെ വചന കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റുമോ, എൻ്റെ അപ്പനും അമ്മയും അനുഭവിച്ച ദൈവ സാന്നിധ്യം ഇന്നും എൻ്റെ കൂടെ ഉണ്ട് എന്ന് മറന്നു കളഞ്ഞിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്നവൻ നിൻ്റെ എതിരെ കയറി വരുന്നുണ്ട്. മാർത്തോമാ സഭ, യാക്കോബ സഭയുമായിട്ടൊക്കെ കേസ് നടക്കുന്ന കാലം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അന്ന് പാലക്കുന്നത്തെ മെത്രാച്ചൻ പ്രത്യേകിച്ച് ഇങ്ങനെ കേസിൻ്റെ വിധിയൊക്കെ വരുമ്പോൾ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ കൊച്ചുവറി ഇത് വന്ന് വിധിയെക്കുറിച്ച് പറയുമ്പോൾ, അപ്പോൾ ഇന്ന് ബൃന്ദവാസിനും എനിക്കൊക്കെ ഒരുപക്ഷെ കുറെ കൂടെ ആഴത്തിൽ പറഞ്ഞു തരാനായിട്ട് കഴിയുമായിരിക്കും. കൊച്ചുവറി ഇതിൻ്റെ മുഖം മ്ലാനമായിരിക്കുകയാണ്. കൊച്ചുവറി ഇതിനോട് തിരുമേനി ചോദിച്ചു, എന്താണ് കൊച്ചുവറി ഇത് കേസിൻ്റെ വിധി എന്തായി? കൊച്ചുവറി ഇത് പറയുന്നുണ്ട്, തിരുമേനി, വിധിയിൽ നമ്മൾ തോറ്റുപോയി. ഉടനെ തിരുമേനി കണ്ണുനീര് വീണ് നനഞ്ഞ ഒരു വേദപുസ്തകം എടുത്തുകൊണ്ട് വന്ന് കൊച്ചുവറി ഇതിനെ അടുത്ത് ചേർത്ത് പിടിച്ചു നിർത്തി കൊച്ചുവറി ഇതിനോട് ഇങ്ങനെ പറഞ്ഞു, കൊച്ചുവറി ഇതേ, കരയാൻ കണ്ണുനീരും തുറന്ന വേദപുസ്തകമുള്ളിടത്തോളം കാലം ഈ സഭയ്ക്ക് ഒരു ദോഷവും വരത്തില്ലടാ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തെ ദൈവം നമ്പുരാൻ അടിക്കടി അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ സത്യക്രിസ്ത്യാനി അഭിമാനത്തോടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയട്ടെ, എൻ്റെ പൂർവ്വമാതാപിതാക്കൾ കണ്ട ദൈവ സാന്നിധ്യത്തെ കൈവിടാതെ കൂടെ ചേർത്ത് നിർത്തിയതിൻ്റെ അനുഗ്രഹമാണ്, മറന്നു പോകരുത്. ആ ദൈവ സാന്നിധ്യത്തെ ചേർത്ത് പിടിച്ചതിൻ്റെ അനുഗ്രഹമാണ്. ഇന്ന് നമുക്ക് കുർബാന വേണ്ട, നമുക്ക് പ്രാർത്ഥന വേണ്ട, നമുക്ക് പള്ളിയിൽ പോകണ്ട, നമുക്ക് ദൈവത്തെ ആരാധിക്കണ്ട. ഒന്നാം ഞായറാഴ്ച സാധാരണയായിട്ട് ഞങ്ങൾ അച്ഛന്മാർ അപ്പം ഇച്ചിരി കൂടുതലെടുക്കും, കാരണം ഒന്നാം ഞായറാഴ്ച ആൾ കൂടുതലാണ്. രണ്ടാം ഞായറാഴ്ച ഒരു 10-25 അപ്പം കുറച്ചെടുക്കും, കാരണം രണ്ടാം ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് കുറയും. മൂന്നാം ഞായറാഴ്ച വീണ്ടും ഒരു 20 എണ്ണം കുറയ്ക്കും. നാലാം ഞായറാഴ്ച പേരിനും മാത്രമേ എടുക്കത്തുള്ളൂ. ഇനി അടുത്ത ഒന്നാം ഞായറാഴ്ചയാണ് ഇടി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പണ്ട് നിന്റെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലൂടെ നീ കടന്നുപോയപ്പോൾ നിനക്ക് ദൈവമായിരുന്നു പ്രധാനം. ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ പള്ളിക്കകത്ത് നിന്ന് കണ്ണുനീരോടെ വിളിച്ച് പ്രാർത്ഥിച്ചതാണ്. ഇന്ന് നിനക്ക് പണമുണ്ടായപ്പോൾ, സമ്പത്തുണ്ടായപ്പോൾ, ദരിദ്രവാസികൾ നിൽക്കുന്ന ഇടമാണ് പള്ളിക്കകം. ഞാൻ ഉദ്ദേശിച്ചത് ദരിദ്രവാസി എന്ന് ഉദ്ദേശിച്ചത് പാവം പിടിച്ചു വന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് നിനക്ക് പണമുണ്ടായപ്പോൾ, നിനക്ക് സമൃദ്ധി ഉണ്ടായപ്പോൾ ഈ ദൈവം നിനക്ക് 7-ാം കൂലിയായി മാറിപ്പോയില്ലേ? ഈ ദൈവം നിനക്ക് വേണ്ടാതെ പോയില്ലേ? നിന്റെ കുടുംബ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു പോയില്ലേ? നിന്റെ ജീവിതത്തിന് എവിടെയാണ് ദൈവത്തെ കൈമോശം വന്നത് മറന്നു പോകരുതോ. ഞാൻ ഗുജറാത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ എന്നെ ഫോൺ വിളിച്ചു. തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എറണാകുളത്തു നിന്നാണ്. അച്ചോ, അച്ഛൻ എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഗുജറാത്തിലുണ്ട്. അച്ചോ, അച്ഛൻ്റെ പള്ളിയിലേക്ക് എനിക്കൊന്ന് പോകണം, ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാമോ? ഞാൻ പറഞ്ഞു, അങ്കിളെ, ഞാൻ ഇന്ന് ആ പള്ളിയിലല്ല, ഒരു 100 കിലോമീറ്റർ ദൂരമുണ്ട് ആ പള്ളി ഈ പള്ളിയും തമ്മിൽ. എനിക്ക് 2 ആഴ്ച എവിടെയും 2 ആഴ്ച ഇവിടെയാണ്, ഞാൻ ഇന്ന് ഇവിടെയാണ്, അതുകൊണ്ട് ഞാൻ അവിടെ ഇല്ല അങ്കിളെ. അപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു, അച്ചോ, അച്ഛനുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചേ, അച്ഛാ പള്ളിയുടെ ലൊക്കേഷൻ ഒന്ന് തരാമോന്നാ. ഞാനങ്ങ് വല്ലാതെ എളുപ്പനായിപ്പോയി. ഞാൻ പെട്ടെന്ന് ആ മനുഷ്യന് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, വൈകുന്നേരമായപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഒരു വലിയ പേപ്പർ പ്രസൻറ്റേഷന് വേണ്ടി അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ വന്നതാണ്. അദ്ദേഹം പള്ളിയിൽ സംബന്ധിച്ചു. 10-20 ആളുകൾ മാത്രമേ ഉള്ളായിരുന്നു. അദ്ദേഹം അവിടെ പോയി പ്രാർത്ഥിച്ചു. അദ്ദേഹം തിരിച്ച് എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, മകളെ പള്ളിയിൽ പോയച്ചോ? അച്ചോ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, മോനെ കുഞ്ഞെ, നീ എവിടെ പോയാലും അവിടെ ഒരു മാർത്തോമ പള്ളി ഉണ്ടാവും, നീ പോണോ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചല്ലാതെ എൻ്റെ മോനൊന്നും ചെയ്യരുത്. കാരണം ഈ അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹം മാത്രമേ എൻ്റെ മക്കൾക്കുള്ളൂ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെയൊക്കെ മക്കൾ വിദേശത്തല്ലേ? വികാരി അച്ഛൻ എഴുത്തു കൊടുത്തു വിടും അവിടുത്തെ പള്ളിയിലേക്ക് മെമ്പർഷിപ്പിന്. എത്ര മാസം കഴിഞ്ഞാലും അവൻ ആ പള്ളിയുടെ വാതിക്ക് പോലും ചെല്ലുന്നില്ലല്ലോ. ഇനി അവിടുത്തെ വികാരി അച്ഛൻ വിളിച്ചാൽ അവൻ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറിപ്പോവുകയാണല്ലോ. എന്തുകൊണ്ട് സംഭവിച്ചു? ഞാനും നിങ്ങളും അനുഭവിച്ച ദൈവ സാന്നിധ്യത്തെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാനും നിങ്ങളും മറന്നുപോയത് കൊണ്ടാണ് എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. ദൈവ സാന്നിധ്യത്തെ പറ്റിയുള്ള തിരിച്ചറിവാണ് മഹനീയം. രണ്ടാമതായി, ഈ വേദഭാഗം മുൻപോട്ട് പോകുമ്പോൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത്
അവർ യബ്ബോക്ക് കടവ് കടന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യബ്ബോക്ക് കടവ് അവർ കടന്നു. അവിടെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും ആടുമാടുകളെ അവൻ ആറ്റിനക്കരെ കടത്തി. അവൻ ഇക്കരെ ഒരുമിച്ച്, അവൻ ഒറ്റയ്ക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് അവനുമായിട്ട് മൽപ്പിടുത്തം നടത്തി. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്താൻ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാമോ? ദൈവവുമായിട്ടൊരു ഗുസ്തി പിടിക്കാനാണെങ്കിൽ ഈ ബൈബിളിനകത്ത് ഏറ്റവും യോഗ്യതയുള്ള ഒരു മനുഷ്യൻ്റെ പേര് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാമോ? യാക്കോബ് എന്ന്. ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറ. ഞാൻ പറയും പ്രിയമുള്ളവരെ, യാക്കോബാണ്. കാരണം അവന് ഇഷ്ടം പോലെ സമ്പത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, നല്ല അനുഗ്രഹമൊക്കെ കിട്ടിയിട്ടുണ്ട്. അവന് എത്ര മക്കളാണ്? 11 മക്കളാണ്. ഈ 11 ആണാണ്, ആൺമക്കളാണ്. ഞാൻ ഞാൻ ഈ വേദഭാഗത്തെ ആണ് ആൻറ്റി പറയുന്നത്, ടോട്ടലല്ല പറയുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ വേദഭാഗമാണ് പറയുന്നത്. 11 ആൺമക്കളാണ്. എൻ്റെ കൊച്ചു ഗ്രാമമാണ്. എൻ്റെ ഗ്രാമത്തിലൊക്കെ ഈ ആൺമക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ഗമയാണ്. ഇപ്പം അതൊന്നുമില്ല. പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പം 2 പെണ്ണിനെ കിട്ടിയ ഭാഗ്യമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം ആണിനെ കിട്ടിയതല്ല, ഊപ്പാട് വന്ന് കിടക്കുക. അപ്പോൾ ഈ പണ്ട് 2 ആണിനെ കിട്ടിയാൽ ഒരു ഗമയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഏതാണെന്ന് ചോദിക്കാൻ എനിക്ക് 2 ആൺപിള്ളേരാടാ. ഈ ആൺപിള്ളേരുള്ള മക്കളെ കാണണമെങ്കിൽ നിങ്ങൾ ഈ അച്ഛൻ ഈ റൂഷ്മ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് പള്ളിയിലോട്ട് നോക്കിയാൽ മതി. തിരിച്ചു വരയ്ക്കാത്തവന്മാർക്കെല്ലാം 2 അതിലധികമോ ആൺപിള്ളേരാണ്. ഇനി അങ്ങനെ എന്നെ നിങ്ങൾ ക്രൂശേ കയറ്റരുത്. എന്ന് പറഞ്ഞാൽ അച്ഛൻ റൂഷ്മ വരയ്ക്കുമ്പോൾ തിരിച്ചു വരയ്ക്കാത്ത എല്ലാത്തിനും ആൺപിള്ളേരാണ്. എന്ന് പറഞ്ഞാൽ എന്തോന്ന് വരയ്ക്കാനാണ് അതിൻ്റെ പണി നോക്കിപ്പോൾ. എനിക്ക് 2 ആണാണ്, ആൺമക്കൾ തന്നെ. ഞാൻ നേരത്തെ ഒരു പള്ളിയിലിരുന്നു. ഇപ്പോൾ ഒരു അമ്മച്ചി വന്നിട്ട് എന്നെ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒരെണ്ണത്തിനെ തന്നില്ലല്ലോ. ഞാനങ്ങ് വല്ലാതെ സങ്കടപ്പെട്ടു പോയി. ദൈവമേ, ഈ അമ്മച്ചി എന്തോ ചോദിക്കുന്നത്. അപ്പം ഞാനിരിക്കുന്ന പള്ളിയിൽ ഈ ആടിനെ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, വികസന സമിതിയുടെ ആടിനെ കൊടുക്കുന്നു. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഒരു അപേക്ഷ തന്നായിരുന്നെങ്കിൽ ഒന്നിന് ഞാൻ 3 എണ്ണത്തെ തന്നേനെ ആയിരുന്നല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്ന ആടിൻ്റെ കാര്യമാണ്. അമ്മച്ചി പറഞ്ഞ, അച്ഛാ ആടും പൂടെ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്, ഒരാണിനെ തന്നില്ലല്ലോ അച്ഛാ. ഈ അമ്മച്ചിക്ക് 3 പെൺപിള്ളേരാണ്. അപ്പോൾ ഒരാണിനെ തന്നില്ലല്ലോ അച്ഛാ. അമ്മച്ചി ഇങ്ങനെ അങ്ങ് സങ്കടം പറയാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആണെന്ന് പറഞ്ഞാൽ ഒരു ഗമയാണ്, ആൺമക്കളെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗമയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതാ യാക്കോബിന് എത്ര ആൺമക്കളാ? 11 ആൺപിള്ളേരാ. ദൈവവുമായിട്ട് മൽപ്പിടുത്തം പിടിക്കാൻ സൂപ്പർ അല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യാക്കോബിനറിയാം എൻ്റെ തുടയലിന് ബലമുണ്ടെന്ന് യാക്കോബിനറിയാം. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും ബലമുള്ള അസ്ഥി അവൻ്റെ തുടയലാണ്. മറക്കരുത്, സ്കൂളിൽ പഠിച്ചതാണ്. അവൻ്റെ തുടയലാണ്. 2 ഭാര്യമാർ, 2 ദാസിമാർ, 11 പുത്രന്മാർ, ആടുമാടുകൾ, സമ്പൽ സമൃദ്ധിയുടെ നെറുകയിൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനറിയാം ദൈവവുമായിട്ട് മൽപ്പിടുത്തം പിടിക്കാൻ യോഗ്യനായ മനുഷ്യൻ ഞാനാണ്. യബ്ബോക്ക് കടവ് അവനെ ഓർമ്മപ്പെടുത്തുന്ന 2ാമത്തെ ധ്യാനം. പ്രിയമുള്ളവരെ, 1 മഹനയും ഗോഡ്സ് പ്രസൻസ്, 2 യബ്ബോക്ക് ഗോഡ്സ് പ്രൊവിഷൻ, ദൈവ നടത്തിപ്പിൻ്റെ പാഠം. മറക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യാക്കോബിനറിയാം എൻ്റെ തുടയലിന് ബലമുണ്ടെന്നോ, എനിക്കെല്ലാം ഉണ്ട്. ദൈവവുമായിട്ട് മൽപ്പിടുത്തം പിടിക്കാൻ എന്നേക്കാൾ യോഗ്യനായ ഒരു മനുഷ്യനില്ല. ദൈവം നമ്പുരാൻ അവൻ്റെ തുടയുടെ തടത്തിൽ തൊട്ടു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ്. അവൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. യാക്കോബേ, നീ ബലമെന്ന് കരുതുന്നത് ബലമല്ലാതെ വരുന്ന ഒരു ദിവസം ഉണ്ടടാ. നിന്നെ സഹായിക്കുമെന്ന് നീ കരുതുന്നതൊക്കെ നിന്നെ സഹായിക്കാതെ വരുന്ന ഒരു ദിവസം ഉണ്ടാവും. മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൽ ഓൺലൈനിൽ എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, നീ ബലമെന്ന് കരുതുന്നത്, നീ മിടുക്കെന്ന് കരുതുന്നത്, നിന്നെ സഹായിക്കുമെന്ന് നീ കരുതുന്നത്, നിന്റെ തുടയലിന് ബലമുണ്ടെന്ന് നീ കരുതിയാൽ അത് നിന്നെ സഹായിക്കാതെ വരുന്ന ഒരു ദിവസമുണ്ട്. മറക്കരുത്. ദൈവം നടത്തിയാൽ അതാണ് വലുത്. ദൈവ നടത്തിപ്പ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പനമ്മമാരൊക്കെ പണ്ട് പറയുന്നൊരു വാക്കാ ദൈവ നടത്തിപ്പ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുതൽ. യോഹന്നാൻ്റെ സുവിശേഷം ഒരു പെണ്ണുമായിട്ട് ദൈവം നമ്പുരാൻ ദീർഘമായൊരു സംഭാഷണം നടത്തുന്നുണ്ട്. ആരാണ്? ശമരിയ സ്ത്രീയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദ ലോങ്ങസ്റ്റ് കോൺവെർസേഷൻ ഓഫ് ജീസസ് വിത്ത് എ പേഴ്സൺ. ഒരു മനുഷ്യനുമായിട്ട് ദൈവം നടത്തുന്ന ഏറ്റവും ദീർഘമായ സംഭാഷണം. സുഖാർ എന്ന് പറയുന്ന കിണറിൻ്റെ കരയിൽ ശമരിയ സ്ത്രീയാണ്. ശമരിയ സ്ത്രീ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. നട്ടുച്ചയ്ക്ക് 12 മണിക്ക് അവളിങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഒരുപക്ഷെ ഒരു 6ാമത്തെ ഭർത്താവിനെ തിരക്കി വന്നതാവാ, അറിയത്തില്ല. അവളിങ്ങനെ നട്ടുച്ചയ്ക്ക് വന്ന് നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ ദൈവം തമ്പുരാൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കർത്താവിനോട് അവൾ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, മറക്കരുത്, അടിവരയിട്ട് കുറിച്ചു വെക്കണം. ഞങ്ങൾക്ക് ഈ കിണർ തന്നത് യാക്കോബാണ്. ഞങ്ങൾക്ക് ഈ കിണർ തന്നത് യാക്കോബാണ്. നിനക്കെന്ത് വേണം? നിനക്ക് പോകാം. യാക്കോബ് തന്ന കിണറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ
ശമരിയ സ്ത്രീയോട് പറയുന്നുണ്ട്, മോളെ, ജീവജലം തരാൻ കഴിയുന്ന തമ്പുരാനാണ് നിന്റെ അടുത്ത് നിൽക്കുന്നത്, മറക്കരുത്. യാക്കോബിന്റെ കിണർ വറ്റിപ്പോകും, ലോകത്തിന്റെ പൊട്ടക്കിണറുകളൊക്കെ നിന്നു പോകും. പക്ഷേ നിന്റെ തമ്പുരാൻ തരാൻ തുടങ്ങിയാൽ ഒരു കാലത്തും നിന്നു പോകത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, അങ്ങനെ തന്ന ഒരു തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങിച്ച മക്കളല്ലേ നിങ്ങൾ? സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കി തന്നതല്ലേ? തമ്പുരാൻ തന്നാൽ തീർന്നു പോകത്തില്ല. ലോകത്തിന്റെ കിണറുകളിൽ ആശ്രയിക്കുന്ന മാതാപിതാക്കളെ, ഈ ലോകത്തിന്റെ പൊട്ടക്കിണറുകളിൽ ശരണം വെക്കുന്ന മാതാപിതാക്കളെ, തെറ്റിപ്പോയി നിങ്ങൾക്ക്. മക്കൾ സഹായിക്കുമെന്ന് കരുതരുത്. മക്കളെ കണ്ടും മാമ്പു കണ്ടും അഹങ്കരിക്കരുത്. നിന്റെ പണം നിന്നെ സഹായിക്കുമെന്ന് കരുതരുത്. ഒരു പ്രളയം വന്നപ്പോൾ നമ്മൾ പഠിച്ചതല്ലേ, ഈ നോട്ട് നിരോധനം വന്നപ്പോൾ ഞാൻ ഗുജറാത്തിലായിരുന്നു. അപ്പോൾ അന്ന് ആളുകളോട് ചോദിക്കും, ഇപ്പം ദൈവം തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടതാ, ഒരു വരം ചോദിച്ചാൽ എന്തോ വരം ചോദിക്കും? അപ്പോൾ പറയും 2000 രൂപയുടെ ചില്ലറ തരണമെന്ന്. അന്ന് ഈ 2000 രൂപയുടെ ഒരു നോട്ടും പിടിച്ചുകൊണ്ട് ഓടി നമ്മുടെ ഊപ്പാട് വന്നതാ അല്ലേ. അത് കഴിഞ്ഞ് പ്രളയം വന്നു, അയ്യോ കഷ്ടം, മതിലുമൊക്കെ കെട്ടി അതിനകത്ത് കയറി ഇരുന്നതാ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു മഴ പെയ്തപ്പോൾ ഇതൊന്നും സഹായിക്കത്തില്ലെന്ന് നമ്മൾ കരുതിയില്ലേ അല്ലേ? നമ്മൾ അറിഞ്ഞില്ലേ? എല്ലാം കൂടെ ഒരു ചില്ലുകൊട്ടാരം പോലെ ഇടിഞ്ഞു വീഴുന്നത് കണ്ണിൻ്റെ മുമ്പിൽ തമ്പുരാൻ കാണിച്ചു തന്നില്ലേ? ഒരു കോവിഡ് വന്നപ്പോൾ മനുഷ്യനോട് മിണ്ടാതെ, പള്ളി പോകാതെ മാസങ്ങൾ വർഷങ്ങൾ വീട്ടിലിരുന്നില്ലേ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും സഹായിക്കുമെന്ന് കരുതിയതൊക്കെ സഹായിക്കാതെ വന്നില്ലേ? ഞാൻ നേരത്തെ ശുശ്രൂഷ ചെയ്തൊരു പള്ളിയിൽ ഒരമ്മയെ സ്വന്തം മകൻ ഉപദ്രവിക്കുന്നു എന്ന് കേട്ടുകൊണ്ട് ഞാൻ ഓടി അവിടെ ചെല്ലുമ്പോൾ അവൻ മൊബൈൽ വലിച്ച് എറിഞ്ഞ് പൊട്ടിച്ചിങ്ങനെ നിൽക്കുകയാണ്, രോഷാകുലനായി നിൽക്കുകയാണ്. ആ അമ്മയെ മാർത്തോമാ സഭയുടെ ഒരു സ്ഥാപനത്തിൽ ഞാൻ കൊണ്ടേ നാക്കി. അവിടെ ആ അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ അമ്മ പറയും, മോനെ കുഞ്ഞെ, മക്കൾ സഹായിക്കുമെന്ന് ഒത്തിരി സ്വപ്നം കണ്ട ഒരു പാവ അമ്മയാണോ ഞാൻ? എൻ്റെ മക്കൾ സഹായിക്കാതെ പോയത് ജീവിതത്തിൻ്റെ നേർചിത്രമായി ഇന്നും ആ അമ്മ മാർത്തോമാ സഭയുടെ ഒരു സ്ഥാപനത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മക്കൾ സഹായിക്കാതെ വരുമെന്ന് ദൈവം തമ്പുരാൻ എത്ര അനുഭവങ്ങളിലൂടെ എന്നെയും നിങ്ങളെയും കാണിച്ചു തന്നതാ. അങ്ങനെയാണെങ്കിൽ ഹാഗാറിനോട് ദൈവം തമ്പുരാൻ പറയുന്നു, ഹാഗാറെ നീ തലപൊക്കി നോക്കുക, അപ്പുറത്തൊരു നീരുറവ തമ്പുരാൻ നിനക്കൊരുക്കിയിട്ടുണ്ട്. ലോകത്തിൻ്റെ പൊട്ടക്കിണറുകൾ നിന്നു പോകുമ്പോൾ ഏലിയാവിനോട് ദൈവം തമ്പുരാൻ പറയാണ്, ഏലിയാവേ, കാക്കയുടെ വരവ് നിൽക്കും, കെരീതോട് വറ്റും, സാറാഭാത്തിലൊരു വിധവ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്. അതെ, യബോക്ക് കടവ്, ഗോഡ്സ് പ്രൊവിഷൻ, ദൈവ നടത്തിപ്പിനെ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരികയാണ്, മറന്നു പോകരുത്. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കയറുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പുറത്ത് ഒരാട്ടിൻകുട്ടിയെ ഒരുക്കി തമ്പുരാൻ ദൈവ നടത്തിപ്പിൻ്റെ പാഠം അവനെ പഠിപ്പിച്ചത് ഞാനും നിങ്ങളും മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും തമ്പുരാനിൽ ശരണം വെക്കണം. കൊച്ചായുസാണ് ദൈവം തമ്പുരാൻ തന്നത്, ഒരു കൊച്ചായുസ്. എന്തിനാണ് അഹങ്കരിക്കുന്നത്? ഞാൻ ഭോപ്പാലിലാണ്. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് പ്രിയമുള്ളവരെ, 3 മൃതശരീരങ്ങൾ ഒറ്റപ്പള്ളിയിൽ 3 ദിവസങ്ങളിൽ അടുപ്പിച്ച് ശവസംസ്കാരം നടന്നു. പ്രിയപ്പെട്ട എബി കെ ജോഷു അച്ഛൻ ഭോപ്പാൽ സെൻറ്റ് പീറ്റേഴ്സിലെ മുൻ വികാരിയാണ്. ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ 54 വയസ്സ് മൂന്നാറിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഒരു വാക്ക് പോലും ഉരിയാടാതെ കുഴഞ്ഞു വീണ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഒരു ഹാർട്ട് അറ്റാക്ക്. ഒരു ചെറുപ്പക്കാരൻ 55-ാമത്തെ വയസ്സിൽ ബോംബെയിൽ പ്രിയപ്പെട്ട അച്ഛൻ്റെ റിലേറ്റീവാണ്. ഈ ലോകത്ത് നിന്ന് ഒത്തിരി ആയുസ്സുണ്ട് എന്ന് കരുതിയിരിക്കുമ്പോൾ മാറ്റപ്പെട്ടു പോയി ആ കാലത്തിൽ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി 3 ശവസംസ്കാരം ഒരു പള്ളിയുടെ മുറ്റത്ത് നടക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് കാണുന്ന മനുഷ്യരെ നാളെ കാണാതെ പോകുന്ന ഒരു ലോകമാണ്. എൻ്റെ സഹപാഠിയും എൻ്റെ സ്നേഹിതനുമായിരുന്ന പ്രിറ്റു ഓതറ മാർത്തോമ പള്ളിക്കാരൻ, രാത്രിയിൽ കരോള് പാടിയിട്ട് തിരിച്ചു വന്ന ചെറുപ്പക്കാരൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. പ്രസംഗിക്കുന്ന സന്തോഷിച്ച എത്ര കാലം നീ ജീവിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു ലോകമാ. കോവിഡിൻ്റെ വാക്സിൻ എടുത്തവരൊക്കെ പോവാണെന്നാണ് പറയുന്നത്. ബൂസ്റ്റർ എടുത്തവർ രാത്രി പേടിക്കല്ലേ, ഞാൻ ബൂസ്റ്റർ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ബൂസ്റ്റർ എടുത്തവരെല്ലാം പോവാണെന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ബൂസ്റ്റർ എടുത്തവർ തരംഗത്തിൻ്റെ വാതിക്കൽ എന്നെ കാണാൻ നിൽക്കരുത്. ബൂസ്റ്റർ എടുത്തവനും അല്ലാത്തവനും എല്ലാം പോകും. കണ്ണടയ്ക്കുന്ന നേരം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകും. അഹങ്കരിക്കാൻ എന്തുണ്ട്? നിഗളിക്കാൻ എന്തുണ്ട്? ധാർഷ്ട്യം പറയാൻ എന്തുണ്ട്? തമ്പുരാനിൽ ശരണപ്പെടണം പ്രിയമുള്ളവരെ. ദൈവം തമ്പുരാൻ നിന്നെ നടത്താൻ മതിയായ ദൈവമാ. അവൻ നടത്തിയാൽ ഇതൊന്നും ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകില്ല പ്രിയമുള്ളവരെ. ഈ കെട്ടിവെച്ചിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റോ വീടോ ഒന്നും നമ്മളെ സഹായിക്കത്തില്ല പ്രിയമുള്ളവരെ. ഇത് സാധു കൊച്ചു കുഞ്ഞുപദേശിയുടെ മണ്ണാണല്ലോ. ഭക്തനായ സാധു അദ്ദേഹത്തിൻ്റെ പാട്ടിൽ ഇങ്ങനെ പാടുന്നുണ്ട്, കൊട്ടാരമായാലും വിട്ടേ
യാഗു കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും. 10,000 നില പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. 10,000 നില പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, എന്തെല്ലാം നിന്നെ സഹായിക്കുമെന്ന് കരുതിയാലും അതൊക്കെ സഹായിക്കാതെ വരുന്ന ഒരു കാലമുണ്ട്. ഭക്തനായ ഒരു മനുഷ്യൻ പ്രസംഗിക്കാനായിട്ട് പോയി. അദ്ദേഹം പ്രസംഗിക്കാൻ ചെന്നു. പ്രസംഗം കഴിഞ്ഞൊരു വീട്ടിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കാൻ ഇറങ്ങുമ്പോൾ ആ അമ്മ ഒരു കീറിയ പാ കൊണ്ടൊന്ന് വിരിച്ചു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ കേട്ടതാണ്. ആ അമ്മ ഒരു കീറിയ പാ കൊണ്ടൊന്ന് വിരിച്ചു. ഉടനെ ഈ അച്ഛൻ അതിൽ കയറി നിന്ന് പ്രാർത്ഥിച്ചിറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ അമ്മ ഈ അച്ഛനോട് പറഞ്ഞു, അച്ഛോ, അച്ഛൻ എന്നോടൊന്നും തോന്നരുത്. അച്ഛൻ ആ ചവിട്ടി നിൽക്കുന്ന പായുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ എൻ്റേത്. അമ്മ, ഈ വീട് ആരുടെയാ? അതെൻ്റെ വീടല്ല ചോ. എൻ്റെ ഭർത്താവ് ഈ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. തല മുഴുവൻ കടബാധ്യതയാണ്, തല ഉയർത്താൻ പറ്റാത്ത കടബാധ്യത. ഒരു പിഞ്ചു കുഞ്ഞ് അമ്മയുടെ അടുത്ത് നിൽപ്പുണ്ട്. ഈ കുഞ്ഞിനെ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയതാണ്. അപ്പോൾ ഈ പള്ളിയിലെ ഒരു നല്ല മനുഷ്യൻ പറഞ്ഞു, എൻ്റെ വീട് വെറുതെ കിടക്കുകയാണ്, നിനക്ക് അവിടെ പോയി താമസിക്കാം. അപ്പോൾ ഈ പള്ളിയിൽ ഒരു അച്ഛൻ പ്രസംഗിക്കാൻ വരുന്നു എന്ന് കേട്ടു. അച്ഛൻ ഒരു നേരം ഭക്ഷണം കൊടുക്കാമെന്ന് കരുതി കൊതി കൊണ്ട് കൊടുത്തു പോയതാ. ഈ ചവിട്ടി നിൽക്കുന്ന പാ മാത്രമേ എൻ്റെ സ്വന്തമായിട്ടുള്ളൂ. അച്ഛൻ പ്രാർത്ഥിച്ചിറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ അമ്മ പറഞ്ഞു, അച്ഛൻ സങ്കടപ്പെട്ടു പോകരുത്, ദൂരം വണ്ടി ഓടിച്ചു പോകേണ്ടതല്ലേ. അച്ഛോ, അച്ഛൻ ഭാരപ്പെടണ്ട, നൂലേൽ കെട്ടി ഇറക്കുന്ന ഒരു ദൈവമുണ്ടച്ചോ, നൂലേൽ കെട്ടി ഇറക്കുന്ന ഒരു ദൈവമുണ്ടച്ചോ. വർഷങ്ങൾക്ക് ശേഷം ആ അച്ഛൻ അതേ ദേശത്ത് പ്രസംഗിക്കാൻ പോയി. അച്ഛൻ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി. മുന്തിയ വീടാണ്, കൊട്ടാരം പോലൊരു വീട്. ഒരമ്മ ഏറ്റവും രുചികരമായ ഭക്ഷണം വിളമ്പി. ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛനോട് ഈ അമ്മ ചോദിച്ചു, അച്ഛോ, ഈ അമ്മയെ അച്ഛന് വല്ല പിടുത്തമുണ്ടോ? ഉടനെ അച്ഛൻ പറഞ്ഞു, അമ്മ എത്ര പേരെ കാണുന്നതാ, എനിക്ക് ഓർമ്മയില്ല. അമ്മ പറഞ്ഞത് ആരാണെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കീറിയ വായിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ നൂലിൽ കെട്ടിയിറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞ ഒരു അമ്മയെ ഓർമ്മയുണ്ടോ? ആ അമ്മയാണ് ഞാൻ. അമ്മ, ഈ കാണുന്നത് എൻ്റെ അച്ചോ, എൻ്റേതാണിത് മുഴുവൻ. എൻ്റെ കുഞ്ഞിനെ ദൈവം മാനിച്ചോ. എൻ്റെ തമ്പുരാൻ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. അവൻ ഇന്ന് വിദേശത്ത് നല്ല ജോലിയാ. എന്നിട്ട് ആ അച്ഛനോട് അമ്മ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ എവിടെ പോയാലും ഈ അമ്മയെക്കുറിച്ച് പ്രസംഗിക്കണം. എന്നിട്ട് ഇങ്ങനെ പറയണം, നൂലേൽ കെട്ടിയിറക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നൂലിൽ കെട്ടിയിറക്കി നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്പുരാൻ നിന്നോടൊപ്പമുണ്ട് എന്നുള്ളത് നീ മറന്നു പോകരുത്. കുറിയന്നൂർ താന്നിക്കപ്പുറത്തെന്ന് പറയുന്നതായിട്ടുള്ള വീട്ടിൽ കുഞ്ഞച്ചൻ ഉപദേശിയുടെ ഏലിയാമ്മയുടെയും 3 മക്കൾ ഒരേ രോഗം പിടിച്ച് മരിച്ചു പോവുകയാണ്. 4ാമതൊരു കുഞ്ഞിനെ കിട്ടി. ആ അപ്പനും അമ്മയും കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു, ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. എന്നിട്ട് ആ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. 9ാമത്തെ വയസ്സിൽ കുമ്പനാട് നടന്ന ഒരു യോഗത്തിൽ വെച്ച് അവൻ ദൈവത്തെ രക്ഷിതാവായി സ്വീകരിച്ചു. അതിനുശേഷം മധുരയിലേക്ക് സുവിശേഷ വേലയ്ക്ക് പോയി. ഒരിക്കൽ മധുരയിൽ നിന്ന് കുമ്പനാട് നടക്കുന്ന ഒരു യോഗത്തിന് പ്രസംഗിക്കാൻ വേണ്ടി വണ്ടി കയറി വരികയാണ്. കയ്യിൽ പൈസ ഇല്ല. ദൈവം കരുതുമെന്ന് ഈ ഭക്തനായ മനുഷ്യൻ വിചാരിച്ചു. എവിടെങ്കിലും ദൈവം നമ്പുരാൻ കരുതുമെന്ന് വിചാരിച്ചു. റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോഴേക്കും തൻ്റെ കയ്യിലുള്ള ചില്ലറ തുട്ടുകൾ തീർന്നുപോയി കഴിഞ്ഞു. വിഷണ്ണനായി സങ്കടത്തോടെ ഈ ഭക്തനായ മനുഷ്യൻ ആ റെയിൽവേ ആ പ്ലാറ്റ്ഫോമിൽ ഒരു ബെഞ്ചിലിരുന്ന് കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, തമ്പുരാനെ, എനിക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പോകണം. എങ്ങനെങ്കിലും നീ എന്നെ കൊണ്ടുപോയാൽ മതിയാവും. എവിടെന്നെങ്കിലും നീ എനിക്കൊരു വഴി തുറന്നു തരണം. പ്രാർത്ഥന മുഴുമിപ്പിക്കാൻ ദൈവം സമ്മതിച്ചില്ല. ഒരു മനുഷ്യൻ വന്നു, അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന ആളല്ലേ? അതെ, ആന്നു. സാറിൻ്റെ കയ്യിലേൽപ്പിക്കാൻ ഒരു പൊതി തന്നു ഒരാളെന്ന് പറഞ്ഞ് ആ കയ്യിലേൽപ്പിച്ചു. തുറന്നു നോക്കുമ്പോൾ പണമാണ്. ആ പണം കൊണ്ട് ആ മനുഷ്യൻ യാത്ര ചെയ്തു. കുമ്പനാട് വന്ന് പ്രസംഗിച്ചിട്ട് പോയി. അന്ന് ആ റെയിൽവേ ആ ട്രെയിനിലിരുന്നു കൊണ്ട് ആ ഭക്തനായ മനുഷ്യനൊരു പേപ്പർ എടുത്തു. 300ഓളം പാട്ടെഴുതിയ എം.ഇ. ചെറിയാൻ സാറാണ് ആ ഭക്തനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പർ കഷണത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാൽ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. യബോക്, ഗോഡ്സ് പ്രൊവിഷൻ. അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. ദ ലാസ്റ്റ് പ്ലേസ് പെനിയേൽ. അവൻ അവിടം വിട്ടുപോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേർ വിളിച്ചു. ഒന്ന് മഹനയും, ഗോഡ്സ് പ്രസൻസ്.
2 യബോക്ക്, ഗോഡ്സ് പ്രൊവിഷൻ. 3 പെനിയേൽ, അവൻ അവിടം വിട്ടുപോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. പെനിയേൽ അവനെ പഠിപ്പിക്കുന്ന 3-ാമത്തെ പാഠം. ദൈവം നമ്പുരാൻ അവനോട്, തിരുമേനി ഉടനെ അവസാനിപ്പിക്കാം, പെട്ടെന്ന് കമ്പിവാചത്തിൽ അവസാനിപ്പിക്കും, എൻ്റെ സമയം തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്പുരാൻ അവനോട് ചോദിക്കുകയാണ്, മോനെ നിന്റെ പേര് എന്ത്? വാട്ട്സ് യുവർ നെയിം? മൽപ്പിടുത്തം കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് ചോദിച്ച ഒരു ചോദ്യം, വാട്ട്സ് യുവർ നെയിം? നിന്റെ പേരെന്ത്? പണ്ട് ഞാൻ പഠിച്ച സൺഡേ സ്കൂളിൽ എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകർ പറയുമായിരുന്നു, ദൈവത്തിന് എല്ലാം അറിയാം. സൺഡേ സ്കൂളിലൊക്കെ താമസിച്ച് വരുമ്പോൾ പറയും, മോനെ ദൈവത്തിൻ്റെ കയ്യിൽ ജീവൻ്റെ പുസ്തകമുണ്ട്. ഇപ്പോഴത്തെ കരിക്കുലത്തിൽ ഈ ജീവൻ്റെ പുസ്തകമൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ കയ്യിൽ ജീവൻ്റെ പുസ്തകമുണ്ട്. തമ്പുരാൻ നമ്മളെക്കുറിച്ചെല്ലാം അറിയാം. നമ്മളെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇമെയിൽ ID ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട്. ദൈവം നമ്പുരാൻ ന്യായം വിധിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കാനിരിക്കുന്ന പോലെ നിങ്ങൾ മുമ്പിൽ പോയി നിന്നാൽ മതി. പുള്ളി മുഴുവൻ ഇങ്ങോട്ട് പറയും, ചെയ്ത നന്മയെല്ലാം പറയും, തിന്മയെല്ലാം പറയും. എന്നിട്ട് നല്ലതാണെങ്കിൽ പറയും വലത്തോട്ട് പോകാൻ പറയും, മോശമാണെങ്കിൽ പറയും ഇങ്ങോട്ട് പോകാൻ പറയും. അതെല്ലാം വിട്ടുകളാം. അപ്പോൾ ദൈവത്തിനെല്ലാം അറിയാം. ഞങ്ങളുടെ കോന്നിയിൽ അമ്മാമ്മമാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, സുന്ദരമായ ഒരു പ്രാർത്ഥന. ദൈവമേ നീ എല്ലാം അറിയുന്നു, ഞങ്ങൾ നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം. അത് കേൾക്കാനൊരു സുഖമാണ്. ഞാൻ കടമെടുത്ത ഒരു സെന്റൻസാണ്. നിനക്ക് മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ യാക്കോബിനോട് ദൈവം നമ്പുരാൻ ചോദിക്കുക, വാട്ട് ഈസ് യുവർ നെയിം? ഞാനാണെങ്കിൽ പറഞ്ഞു, പോയി പള്ളി പറ, നിനക്കെല്ലാം അറിയാമെന്നല്ലേ എന്നെ സൺഡേ സ്കൂൾ അധ്യാപകൻ പഠിപ്പിച്ചേക്കുന്നേ, പിന്നെ എന്തിനാണ് നീ പേര് ചോദിക്കുന്നേ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മറക്കരുത്, വെറുതെ ചോദിച്ചതല്ല. ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ചോദ്യം യാക്കോബിനോട് ഒരു മനുഷ്യൻ ചോദിച്ചു. ആരാണെന്നറിയാമോ? കണ്ണു കാണാത്തപ്പൻ സ്വന്തം അമ്മയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി അനുഗ്രഹം തട്ടിപ്പറിക്കാൻ കണ്ണു കാണാത്തപ്പൻ്റെ മുമ്പിൽ പോയി ഈ ചെറുപ്പക്കാരൻ ഇരുന്നു. ഉടനെ അപ്പൻ അവൻ്റെ അടുത്ത് അവനോട് ചോദിച്ചു, മോനെ നീ ആരാ? ഉടനെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അപ്പാ യേശാവാപ്പാ, അനുഗ്രഹിക്കപ്പാ. ഉടനെ ഈ അപ്പൻ എന്തോ ഒരു പന്തികേട്. അപ്പൻ വീണ്ടും ചോദിച്ചു, മോനെ നീ ആരാ? അപ്പ യേശാവാപ്പാ, അനുഗ്രഹിക്കപ്പാ. ഈ കണ്ണു കാണാത്തപ്പൻ മണ്ട മുതൽ ഇവനെ ഒരു തപ്പ് തപ്പി. അമ്മ മിടുക്കിയായിരുന്നു, പൊതിഞ്ഞു വെച്ചേക്കുക. അയ്യോ കഷ്ടം, ആ പാവം കണ്ണു കാണാത്തപ്പന് പിടികിട്ടിയില്ല. 2 കൈയും തലയിൽ വെച്ചവനെ അനുഗ്രഹിച്ചു. 20 വർഷം കഴിയുമ്പോൾ ദൈവം നമ്പുരാൻ ഇറങ്ങി വന്ന് ചോദിക്കുകയാ, നിന്റെ പേരെന്ത്? അവന്റെ ഓർമ്മ ഒരു 20 വർഷം പുറകിലോട്ട് പോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 20 വർഷത്തിന് മുമ്പ് എൻ്റെ കണ്ണു കാണാത്തപ്പൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കള്ളത്തരമുണ്ട്. ഇന്ന് പെനിയേലിൽ ദൈവം ചോദിക്കുന്നു. അവൻ 2 കൈയും നെഞ്ചത്ത് വെച്ചിട്ടുണ്ടാവും. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിട്ടുണ്ടാവും. അവൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പറഞ്ഞു, തമ്പുരാനെ, ഞാൻ യാക്കോബ് 20 വർഷം മുമ്പ് പറഞ്ഞ കള്ളത്തരം 20 വർഷത്തിനിപ്പുറം തിരിച്ചു പറയുകയാണ്. എന്തിനാണെന്നാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ പോകുന്നത്. 3-ാമത്തെ പ്ലേസ്, ദ പെനിയേൽ. പ്രിയമുള്ളവരെ, ഗോഡ്സ് പർപ്പസ്, ദൈവ ഉദ്ദേശം. യാക്കോബേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ സ്വർഗത്തിലെ തമ്പുരാൻ വിചാരിച്ചതാണ് നിന്നെ ആരാക്കണമെന്ന്, ഇസ്രായേൽ ആക്കണമെന്ന്. മറക്കരുത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു പിണ്ഡമായിരുന്നപ്പോൾ സ്വർഗത്തിൽ തമ്പുരാൻ നിന്റെ തലവരെ കുറിച്ചതാണ് നീ ആരായിത്തീരണമെന്ന്, നീ ഇസ്രായേലായിത്തീരണമെന്ന്. കള്ളം പറഞ്ഞ് നിനക്ക് പോകാൻ പറ്റില്ല. കാരണം അവൻ ഇസ്രായേലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ ഇസ്രായേലാക്കിയേ അടങ്ങൂ. ഇന്ന് രാത്രി നീ തിരുത്തി പറഞ്ഞേ മതിയാവൂ. കാരണം നിന്റെ സ്വർഗത്തിലെ തമ്പുരാൻ നിന്നെ ഇസ്രായേലാക്കാൻ പോവുകയാ. പെനിയേൽ, ദ ഗോഡ്സ് പർപ്പസ്, ദൈവ സാന്നിധ്യം നിന്നിൽ നിറവേറപ്പെടുന്ന സ്ഥലമാണ് പെനിയേൽ. ദൈവ ഉദ്ദേശം നിന്നിൽ നിറവേറപ്പെടുന്ന സ്ഥലമാണ് പെനിയേൽ. പ്രിയമുള്ള മാതാപിതാക്കളെ, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഭാരത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് ഭാരത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ സന്തോഷച്ചൻ ഈ മൈക്കിലൂടെ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിന്റെ തലമുറയെക്കുറിച്ച് സ്വർഗത്തിലൊരു വിചാരമുണ്ട്. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിനെ കുറിച്ച് സ്വർഗത്തിലൊരു പദ്ധതിയുണ്ട്. അവൻ നശിച്ചു പോകാനല്ല, നിന്റെ തലമുറയെക്കുറിച്ച് സ്വർഗത്തിൽ വിചാരമുണ്ട്. സ്തോത്രം. മറക്കരുത്. നീ എന്തിനാ ഭാരപ്പെടുന്നേ? നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നീ എന്തിനാ ആകുലതപ്പെടുന്നേ? മേളിൽ ഒടേ തമ്പുരാൻ നിന്റെ കുടുംബത്തെക്കുറിച്ച് പദ്ധതിയിട്ട ദൈവമാ. നീ ഭാരപ്പെടരുതെന്നേ. ഏൽപ്പിച്ചു കൊടുക്കുക അവൻ്റെ കയ്യിലോട്ട് സമർപ്പിച്ചു കൊടുക്കുക. പ്രിയമുള്ളവരെ, എൻ്റെ അമ്മ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച ഒരമ്മയാണ്.
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, എൻ്റെ അപ്പൻ 35 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതാ. എൻ്റെ സഹോദരൻ ഈ പന്തലിലുണ്ട്, തൊട്ടടുത്ത് വെൺമണി സ്കൂളിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ 3 കുഞ്ഞുങ്ങൾ എങ്ങനെയാകുമെന്നറിയാതെ കണ്ണുനീരോടെ നിലവിളിച്ച ഒരമ്മ, ആ അമ്മയുടെ ഒടുക്കത്തെ മകൻ, 3ാമത്തവൻ, ഇന്ന് മാർത്തോമാ സഭയിൽ ഒരു വൈദികനായി ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ അമ്മയോട് എനിക്ക് വിളിച്ചു പറയാൻ ഒന്നേ ഉള്ളൂ: പ്രിയപ്പെട്ടവളെ, നിന്റെ തലമുറയെക്കുറിച്ച് സ്വർഗത്തിൽ ദൈവത്തിനൊരു വിചാരമുണ്ട്. നിന്റെ കുഞ്ഞാരായി തീരണമെന്ന് മേളിൽ തമ്പുരാൻ വിധി എഴുതിയിട്ടുണ്ട്. മറക്കരുത്. ദ ലാസ്റ്റ് പ്ലേസ് പെനിയേൽ, ഗോഡ്സ് പർപ്പസ്. ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശം പൂർത്തീകരിക്കുന്ന സ്ഥലമാണ് പെനിയേൽ. എൻ്റെ സമയം തീരുകയാണ് പ്രിയമുള്ളവരെ, അവസാനിപ്പിക്കട്ടെ. ബാക്കി എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ നാളെ പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, 3 സ്ഥലങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ശ്രമിച്ചത്. ഒന്ന് മഹനയീം, ഗോഡ്സ് പ്രസൻസ്. 2 യബോക്ക്, ഗോഡ്സ് പ്രൊവിഷൻ. 3 പെനിയേൽ, ഗോഡ്സ് പർപ്പസ്. നിന്റെ ജീവിതത്തെക്കുറിച്ച് പദ്ധതിയിട്ട ദൈവം തമ്പുരാൻ. വടക്കൻ കേരളത്തിൽ ഒരു നായർ തറവാടുണ്ടായിരുന്നു. 4 മക്കളാണ്. 3 മക്കളെക്കുറിച്ചും അപ്പനൊരു സങ്കടമില്ല. 3 മക്കളെക്കുറിച്ചും അപ്പനൊരു സങ്കടമില്ല. എന്നാൽ 4ാമത്തവനെ കുറിച്ച് അപ്പന് സങ്കടമാണ്. അപ്പൻ ആ താഴത്തിന് വന്നിരുന്നപ്പോൾ അപ്പൻ പറഞ്ഞു, എൻ്റെ 3 മക്കളെക്കുറിച്ച് എനിക്ക് ഒരു ദുഃഖവും ഇല്ല, പക്ഷേ 4ാമത്തവൻ, അവനെക്കുറിച്ച് എനിക്ക് ദുഃഖമാണ്. അവൻ ഉണ്ടായ സമയത്ത് ഒരു തെങ്ങിൻ തോപ്പ് വാങ്ങിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് ഭാഗ്യവാനായിരുന്നു എന്ന അപ്പൻ വല്ലാതെ പരാതി പറയുകയാണ്. ആ കുഞ്ഞ് അന്ന് ആ ഭക്ഷണത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റ് പോയി എന്നാണ് പ്രിയമുള്ളവരെ രേഖപ്പെടുത്തുന്നത്. പിൽക്കാലത്ത് MT വാസുദേവൻ നായർ എന്ന് പറയുന്ന പേരുകേട്ട മനുഷ്യനായി തീർന്ന അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യത്തിൽ കുറിച്ചു വച്ചിരിക്കുകയാണ്: സ്വന്തം അപ്പൻ മോൻ്റെ പേരിൽ അറിയപ്പെട്ടു. സ്വന്തം അപ്പൻ മോൻ്റെ പേരിൽ അറിയപ്പെട്ടു. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് മുഴുവൻ സ്വർഗത്തിൽ ദൈവത്തിന് വിചാരമുണ്ട്. നിന്നെ വാലല്ല തലയാക്കുന്ന ഒരു തമ്പുരാൻ ഇന്ന് ഈ പന്തലി വന്നിട്ടുണ്ട്. നിന്റെ തലമുറ അനുഗ്രഹിക്കുന്ന ഒരു തമ്പുരാൻ ഈ പന്തലിൽ വന്നിട്ടുണ്ട്. നിന്റെ കുഞ്ഞിനെ മാനിക്കാൻ പോകുന്ന ഒരു തമ്പുരാൻ ഈ പന്തലിൽ വന്നിട്ടുണ്ട്. നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാൻ ഇന്ന് ഈ പന്തലിൽ വന്നിട്ടുണ്ട്. അവന് നിന്നെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചും സ്വർഗത്തിൽ വിചാരമുണ്ട്. ആര് ഉപേക്ഷിച്ചാലും, ആര് മറന്നു കളഞ്ഞാലും, ആര് തള്ളിക്കളഞ്ഞാലും നിന്നെ തള്ളിക്കളയാതെ ഇസ്രയേലാക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ ഇസ്രയേലാക്കുന്ന അക്കരയ്ക്ക് കൊണ്ടുപോകാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്ര ഓളം വന്നാലും, എത്ര തിരമാല വന്നാലും, നിന്റെ പടക് മുങ്ങാൻ തുടങ്ങിയാലും നിന്നെ അക്കരെ കൊണ്ട് എന്നെത്തിക്കുന്ന ഒരു സർവശക്തനായ തമ്പുരാൻ ഇന്ന് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന കൺവെൻഷന്റെ ഈ വചന കൂടാരത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ സഭയിൽ ഒരു പട്ടക്കാരനായി ഞാൻ നിങ്ങളോട് ഈ ദൈവവചനം വിളിച്ചു പറയുന്നത് മറക്കരുത്. പ്രിയമുള്ളവരെ, എന്നെക്കുറിച്ച് പദ്ധതിയിട്ട തമ്പുരാൻ. കണ്ണുകളെ ഒരു നിമിഷം നമുക്ക് നടക്കാം. ദൈവം ഇടപെടുന്ന ജീവിതങ്ങൾ, ദൈവം ഇടപെടുന്ന ജീവിതങ്ങൾ. യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയാണ്. ഇത് കഴിയുമ്പോൾ ഏശാവ് അവനെ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. അവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞു, സഹോദരാ, എനിക്ക് വേണ്ടുവോളമുണ്ട് മതി, എനിക്ക് വേണ്ടുവോളമുണ്ട് മതി. രണ്ടുപേരും മത്സരിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടുവോളമുണ്ട് മതി. ഇതിനേക്കാൾ എന്ത് തൃപ്തി വേണം ഈ ഭൂമിയിൽ? കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, തരുന്ന കൃപകൾക്കായി സ്തോത്രപ്പ, തരുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രപ്പ. ഇല്ലായ്മയുടെ കാലത്തിൽ എൻ്റെ പൂർവ്വമാതാപിതാക്കളെ അനുഗ്രഹിച്ച തമ്പുരാൻ, ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ദൈവമേ, എൻ്റെ സഭയ്ക്കൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്വർഗത്തിൽ നിന്ന് നൂലിൽ കെട്ടി അനുഗ്രഹങ്ങളെ തന്ന എൻ്റെ സഭയെ മാനിച്ച, എൻ്റെ കുടുംബത്തെ മാനിച്ച ദൈവമേ, ഇന്ന് കാണുന്നതെല്ലാം കയറിക്കിടക്കാൻ വീടും സഞ്ചരിക്കാൻ വാഹനവും ഊനമില്ലാത്ത മക്കളും അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളും നല്ല കൂടപ്പറപ്പുകളും പേഴ്സ് നിറച്ച് പണവും തന്ന എന്നെ അനുഗ്രഹിച്ച ഒരു ദൈവം തമ്പുരാൻ, ആ ദൈവത്തെ ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ആ ദൈവ നടത്തിപ്പിനെ ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ആ ദൈവത്തിൻ്റെ പദ്ധതിയെ ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ദൈവമേ, ഇന്ന് ഈ വചന കൂടാരത്തിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുകയാ, ഭൂമിയോളം എന്നെ താഴ്ത്തി സമർപ്പിക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾ നടക്കുമ്പോൾ, അവർ കിടക്കുമ്പോൾ, അവർ പോകുമ്പോൾ, അവരുടെ അരയിലും അവരുടെ കഴുത്തിലും കർത്താവേ, അവരുടെ ശരീരം മുഴുവൻ ഈ ദൈവവചനം കൊണ്ട്, ഈ ദൈവം കൊണ്ട് ബന്ധിക്കപ്പെടാൻ എൻ്റെ സ്വർഗത്തിലെ തമ്പുരാൻ സഹായിക്കണം. അപ്പാ, നിന്നെ വിട്ട് എനിക്കൊരു ജീവിതമില്ലപ്പാ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, യാക്കോബിനെ പോലെ അവിടുത്തെ സന്നദ്ധിയിൽ തലകളെ വണക്കുക. അനുഗ്രഹിച്ചാലും അവിടുന്ന് ഞങ്ങളെ ആശീർവദിച്ചാലും സകലമാനവും മഹത്വവും സ്വർഗത്തിലെ തിരുമേനിക്ക് മാത്രമായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ.